പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വചനം പറയുവാൻ കർത്താവ് നൽകിയ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനി ജോർജ്, പ്രിയ ആൻറ്റി, കുടുംബം, സഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു വലിയ ഉണർവുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം തുടർമാന മീറ്റിങ്ങുകളുടെ അകത്തെല്ലാം പോകുന്നിടത്തൊക്കെ കാണുന്നൊരു കാഴ്ചയുണ്ട്. ചിലയിടങ്ങളിൽ കൂട്ടങ്ങൾ ചെറുതാകാം, ചിലയിടങ്ങളിൽ കൂട്ടങ്ങൾ വലുതാകാം, പക്ഷെ ദൈവപ്രവർത്തിക്ക് ഒരു മാറ്റവുമില്ല ഒരിടത്തും. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ജോഷി പാഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തൻ്റെ ദാസൻ്റെ കൂടെ നിർത്തിയിരിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കും. ദൈവവചന ധ്യാനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. മതി, എല്ലാവരും വാക്യം കണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇതിനകത്തുനിന്ന് ചില ദൈവിക ദൂതുകൾ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയും. ഒരു പ്രസംഗമല്ല, പ്രസംഗത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി തന്ന കാലഘട്ടത്തിൽ കൂടാണ് നമ്മൾ കടന്നുപോയത്. പ്രസംഗത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ശുശ്രൂഷകൾക്ക് ജനത്തെ തൊടാൻ പറ്റും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾക്കോ വാക്കുകളുടെ പെരുപ്പങ്ങൾക്കോ നമ്മുടെ മാനുഷിക ചിന്തകൾക്കോ അറിവുകൾക്കോ ഒന്നും ജനത്തെ തൊടാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ദൈവം ബോധ്യപ്പെടുത്തി തന്നു. അകത്ത് ദൈവം പകർന്ന ശുശ്രൂഷകൾക്ക് മാത്രമേ ജനത്തെ സ്വാധീനിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വിശുദ്ധ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിട്ടും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിക്കളഞ്ഞു. ഒരു ഭയങ്കര വേട എന്നെ ഈ ദിവസങ്ങളിൽ വല്ലാതെ ഹൃദയത്തിനകത്ത് ആണി പോലെ തറച്ചൊരു വാക്ക്. ആരാ പറഞ്ഞത്? പൗലോസ്. പുള്ളി പടം വരയ്ക്കുന്ന ആളൊന്നും അല്ലായിരുന്നു, പുള്ളിക്ക് പടം വരയ്ക്കാൻ അറിയത്തുമില്ലായിരുന്നു. പുള്ളി പറഞ്ഞൊരു പുള്ളിയുടെ ഒരു അകത്തെ ഒരു വിഷമം പുള്ളി പറയുക, ഒരു ഹൃദയത്തിൻ്റെ പെയിൻ പുള്ളി ജനത്തോട് പറയുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്തു? വരച്ച് കാണിച്ചിട്ട് പോലും നിങ്ങളുടെ ഹൃദയത്തെ ക്ഷുദ്രം ചെയ്ത് മയക്കിക്കളഞ്ഞു. എന്നാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പൗലോസിൻ്റെ പ്രസംഗത്തിലെല്ലാം ക്രിസ്തുവിനെ വരച്ച് കാണിക്കുമായിരുന്നു പൗലോസ്. എന്നിട്ട് പോലും തലമുറകളെ പിശാചു വഴിതെറ്റിച്ചു. എന്നാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പ്രസംഗത്തെക്കാൾ ശക്തിയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. പിടികിട്ടുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പൗലോസ് പറഞ്ഞ പദങ്ങളുണ്ട്, ഞാൻ പ്രസംഗിക്കുകയല്ല, ജ്ഞാനത്തിൻ്റെ വാക്കുകളല്ല, വശീകരണത്തിൻ്റെ വാക്കുകളല്ല, ഇനി എൻ്റെ അകത്തുള്ള ക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിലും ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെയോ ബലപ്പെടുത്താനുള്ള ഒരു ദൈവവചനത്തിൻ്റെ ശക്തി ഈ രാത്രിയിലും ഈ ഓഡിറ്റോറിയത്തിനകത്ത് ചലിക്കും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഇത് മീഡിയക്കകത്തൂടെ കാണുന്നവരെയും ഏതു മേഖലയ്ക്കകത്തൂടാണെങ്കിലും ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നിൽ വിശ്വാസമില്ലെങ്കിലും എനിക്ക് ദൈവവചനത്തിൻ്റെ ശക്തിക്കകത്ത് വിശ്വാസമുണ്ട്. കാരണം ദൈവവചനത്തിന് പൊളിക്കാൻ അറിയാം, ദൈവവചനത്തിന് പണിയാൻ അറിയാം, ദൈവവചനത്തിന് തുറക്കാൻ അറിയാം, ദൈവവചനത്തിന് അടയ്ക്കാൻ അറിയാം. ഇന്ന് രാത്രിയിലും വിശ്വസിക്ക്, പ്രസംഗിക്കുന്ന വചനം ജഡം ധരിച്ച് നിന്റെ വീട്ടിൽ കയറും. പ്രസംഗിക്കുന്ന വചനം നീ തിരിച്ച് നിന്റെ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നമേ പ്രസംഗിക്കുന്ന വചനം നിന്റെ വീടിനകത്ത് ചെല്ലും. നഥനിയേലിനെ കാണുമ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒരു പദമുണ്ട്, എന്താ? നമുക്ക് എന്നിട്ട് ദൂതിലേക്ക് ഇറങ്ങും. ഒരു ദൂത് എൻ്റെ അകത്തുണ്ട്, കൊച്ചു ദൂത്, അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യും, പ്രസംഗമല്ല. നഥനിയേലിനെ കാണുമ്പോൾ ഫിലിപ്പോസ് പറയുന്ന പദം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. മകനെ, ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലും എഴുതിയിരുന്നവനെ ഞാൻ കണ്ടു. ഒറ്റ പദവാ. ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലും എഴുതിയിരുന്നവനെ ഞാൻ കണ്ടു. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇന്നലെ രാത്രിയിലും
എനിക്കത് എഴുതപ്പെട്ട അക്ഷരമായിരുന്നു. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ആ അക്ഷരം എൻ്റെ മുൻപിൽ കൂടെ നടക്കുന്നത് ഞാൻ കണ്ടു. പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രിയിലും ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ ഇവിടെ വിളിച്ചു പറയുന്ന ഈ അക്ഷരം തിരിച്ച് നിന്റെ വീട്ടിൽ കയറുമ്പോൾ നീ അതിനെ കാണാൻ പോകുകയാ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഈ രാത്രിയിലും ഒരു ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കും. എന്താണോ നീ വിശ്വസിക്കുന്നത്, എന്താണോ നീ അംഗീകരിക്കുന്നത്, അത് നിന്റെ വീടിനകത്ത് കയറും. നമ്മൾ വചനത്തെ അക്ഷരമായിട്ട് കണ്ടോണ്ടാ പ്രശ്നം. പലരുടെയും പ്രശ്നം വചനത്തെ എന്തായിട്ടാ കണ്ടേ? അക്ഷരമായിട്ട്. അക്ഷരത്തിനകത്തൊരു ജീവനുണ്ടെന്ന് പഠിക്കണം. അതറിയണമെങ്കിൽ ഈ ബൈബിൾ എന്താണെന്ന് പഠിക്കണം. എത്രയോ പ്രതിസന്ധിക്കകത്തൂടെ ഈ കറുത്ത വേദപുസ്തകം കയറി ഇറങ്ങി വന്നേ അല്ലേ? ഇത് കത്തിച്ച് കളഞ്ഞില്ലേ? ഇത് അച്ചടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇന്നേക്ക് 100 വർഷം കഴിയുമ്പോൾ ഈ പുസ്തകം കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു ദൂത് പറയാനായിട്ടായി കയറി വരുന്നേ. എത്ര പ്രതിസന്ധിക്കകത്തൂടി ഈ വചനം കയറി വന്നു. ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളില്ലേ? ഒത്തിരി പ്രതിസന്ധിക്കകത്തൂടെ വന്നിട്ട് ഇന്നും വചനം എവിടെല്ലാം പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം വചനമില്ലേ? ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ BA ഹിസ്റ്ററിയാണ് സബ്ജക്റ്റ് എടുത്തത്. ഏറ്റവും കൂടുതൽ പഠിക്കാനും ഏറ്റവും കൂടുതൽ വായിക്കാനും ഏറ്റവും കൂടുതൽ എഴുതാനും ഉള്ളത് കെമിസ്ട്രിക്കല്ല, ഹിസ്റ്ററിക്കാണ്. അന്നേരം ഹിസ്റ്ററി സബ്ജക്റ്റ് എടുത്ത് എനിക്കറിയാം. ഞാൻ പഠിച്ച ഒരു പുസ്തകം എനിക്ക് ഓർമ്മയില്ല. പല പുസ്തകങ്ങളും രംഗത്തില്ല. പല മഹാമാരെ പറ്റിയുള്ളതും രംഗത്തില്ല. പക്ഷേ 2014 വർഷം കഴിഞ്ഞിട്ടും ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് പുറകിലും ഇന്നും ഇത് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഈ അക്ഷരത്തിനകത്തൊരു ജീവനുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിലും വിളിച്ചു പറയുന്ന അക്ഷരത്തെ കയറി പിടിക്കരുത്, അതിനകത്തെ ജീവനെ കയറി പിടിക്കണം. പിടികിട്ടുന്നവർ കർത്താവിന് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞൊരു പദം കൂടെ പറഞ്ഞ് ഈ രാത്രിയിൽ ദൈവവചനത്തിന്റെ ധ്യാനത്തിലേക്ക് നമ്മൾ കയറാൻ. പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്: ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, ആ വചനത്തെ നിങ്ങൾ വിശ്വസിച്ചു, ആ വചനത്തെ നിങ്ങൾ കൈക്കൊണ്ടു. അടുത്ത പദം, നിങ്ങൾ 3 കാര്യം ചെയ്യണം. ആര് പ്രസംഗിച്ചാലും, അരവിന്ദ് മോഹൻ പ്രസംഗിച്ചാലും, അരവിന്ദ് വിൻസെന്റ് പ്രസംഗിച്ചാലും, അനി ജോർജ് പ്രസംഗിച്ചാലും, ബാബു ജോർജ് പ്രസംഗിച്ചാലും, ആര് പ്രസംഗിച്ചാലും കേൾക്കുന്ന ജനം ചെയ്യേണ്ട ഒറ്റ ഡ്യൂട്ടികൾ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. 1, പ്രസംഗിക്കുന്ന വചനം എന്ത് ചെയ്യണം? കേൾക്കണം. 2, കേൾക്കുന്ന വചനത്തെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കാരണം വിശ്വസിക്കുന്ന വചനത്തെ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. ഇവിടെ പ്രശ്നം കിടക്കുന്നത്. 3 കാര്യം നിങ്ങൾ ചെയ്യേണ്ട. 1, പ്രസംഗിക്കുന്ന വചനം സാക്ഷാൽ ദൈവത്തിന്റെ വചനമാണ്. അത് ഇന്ന് രാവിലെ അരവിന്ദ് വിൻസെന്റ് പുനലൂരിന്നോ മൂവാറ്റുപുഴയെന്നോ വന്നപ്പം കൊണ്ടുവന്നതല്ല. ഇത് സാക്ഷാൽ ദൈവത്തിന്റെ വചനമാണ്. ആ വചനം പ്രസംഗിക്കുന്ന ആളെ നോക്കണ്ട, പക്ഷെ വായിന്ന് വരുന്ന ദൈവവചനം, ആ വചനത്തെ നിങ്ങൾ കേൾക്കുകയും ഈ ദൈവവചനത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കാത്തതിന്റെ കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ദൈവവചനം പ്രസംഗിക്കുന്നിടത്തെല്ലാം അത്ഭുതം നടക്കണം. കാരണം ദൈവവചനത്തിന്റെ പ്രത്യേകത. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, ചിലർ കേൾക്കും, ചിലർ വിശ്വസിക്കും, പക്ഷെ കൈക്കൊള്ളത്തില്ല. പിടികിട്ടുന്നുണ്ടോ? ചിലർ കൈക്കൊള്ളും, ചിലർ വിശ്വസിക്കും, ചിലർ ശരിക്കും കേൾക്കത്തില്ല. ഇത് 3ഉം നടന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകത പൗലോസ് പറയുന്നു: ഞങ്ങൾ പ്രസംഗിച്ച സാക്ഷാൽ ദൈവവചനത്തെ നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഞങ്ങൾ ചെയ്യുമെന്നല്ല, ഞങ്ങൾ പ്രസംഗിച്ച വചനം വ്യാപരിക്കും. പിടികിട്ടുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രിയിൽ മീഡിയക്കകത്തൂടാണെങ്കിലും എന്തിനകത്തൂടാണെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനത്തെ നിങ്ങൾ വിശ്വസിക്കുകയും ഈ ദൈവവചനത്തെ നിങ്ങൾ കൈക്കൊള്ളുകയും ഈ ദൈവവചനത്തെ നിങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ 3 കാര്യം ചെയ്യുമ്പോൾ 4ാമത്തെ കാര്യം വചനം ചെയ്യും. നീ വിശ്വസിച്ച വചനം, നീ കേട്ട വചനം, നീ കൈക്കൊണ്ട വചനം നിന്റെ വിഷയത്തിനകത്ത് വ്യാപരിക്കും. പിടികിട്ടുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം അവനെ എന്ത് ചെയ്തു? തട്ടി. അടുത്ത പദം, എഴുന്നേൽക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെയോ നോക്കി, ഈ മീഡിയക്കകത്തൂടെ എന്നെ വാച്ച് ചെയ്യുന്ന ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി, ഏതൊക്കെ അഭിഷക്തന്മാരെ നോക്കി ഈ രാത്രി എനിക്കറിയാം, ഞാനൊരു പ്രസംഗമല്ല നടത്തുന്ന ഒരു പ്രവചനം വിളിച്ച് പറയുക: എഴുന്നേൽക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ആമേൻ, ആമേൻ. ഒന്നും കണ്ട് പതറരുത്. എന്ത് ചെയ്യരുത്? ഈ നമ്മളെ തകർക്കാൻ സാത്താൻ കൊണ്ടുവരുന്ന മുഴുവൻ സ്ട്രാറ്റജിക്കകത്തും നമ്മൾ ഒരു ദൈവത്തിന്റെ ഗ്ലോറി സ്പോട്ട് കണ്ടെത്തണം.
പിടി കിട്ടിയില്ല. എന്തോ ഇവിടെ ഏലിയാവിനെ തകർത്ത് കളയാൻ. കാരണം ഏലിയാവിന്റെ വരവിന്റെ ലക്ഷ്യം ദൈവത്തിന് അറിയാവുന്ന പോലെ ആർക്കും അറിയാം, സാത്താനും അറിയാം. തിശ്ബിയക്കകത്തുനിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഏലിയാവ് കയറി വന്നേ. നിങ്ങൾ ഏലിയാവ് തിശ്ബിയയിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ സ്ലോ മോഷനിൽ നടന്നു വന്നേട്ടൊന്നും കാണരുതേ. ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, തിശ്ബിയയിൽ നിന്നും ഏലിയാവ്, അങ്ങനെയൊന്നും കാണരുത്. ഇത് ആത്മാവിൽ വായിക്കണം. തിശ്ബിയക്കകത്തുനിന്ന് ഏലിയാവ് വന്നെന്ന് പറയുമ്പോൾ ഏലിയാവ് ഇങ്ങോട്ട് വന്നിട്ട് ഹാബേ അങ്ങനൊന്നും അല്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ടൊരു കാഴ്ച, കൊടുങ്കാറ്റ് വരുന്ന പോലെ കയറി വന്നേ. നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലല്ലോ. ഒരു ദൂത് എനിക്കിനകത്ത് പറയാനുണ്ട്. ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെ ഇങ്ങോട്ട് കയറി വരിക ഏലിയാവ്. എന്തിനാ ഏലിയാവ് കൊടുങ്കാറ്റ് പോലെ വന്നേ? ഒറ്റക്കാര്യം, കലങ്ങിപ്പോയ ആത്മമണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ. ഇന്ന് രാത്രിയിലും ഇതിനകത്തിരിക്കുന്ന ചിലതിൻ്റെ മേൽ അങ്ങനെ ഒരു നിയോഗമുണ്ടെന്ന്. കലങ്ങിപ്പോയ ആത്മമണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ ശക്തിയോട് ദൈവ ചിലതിനെ കൊടുങ്കാറ്റ് പോലെ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വീഴും. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? പ്രാർത്ഥിക്കണം. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. ഈ സത്യത്തിലേ ഇപ്പൊ ആള് കുറഞ്ഞാലും ഇവിടെ ഒരാൾക്കും പ്രശ്നമില്ല. കാരണം നമുക്ക് ഒരാളും ഇല്ലാതെ പ്രസംഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇനിയും ഒരുപാടും ഇല്ലാതെ കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ മുമ്പിലും പ്രസംഗിക്കാൻ പഠിച്ചു. ആരുമില്ലല്ലോ എൻ്റെ കൂടെ. നിങ്ങളെന്തോ ഇങ്ങനെ കട്ടക്കി ഇരിക്കുന്നേ? ചിരിച്ചോണ്ടിരി. അവരെന്നെക്കാട്ടിലും മസിൽ പിടിച്ചിരിക്കുവോ? കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ മുമ്പിലും പ്രസംഗിക്കാമെന്ന് പഠിച്ചു. മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ചായ കൊണ്ടുപാടി എന്ന് പറയുന്നവൻ്റെ നടുവിലും പ്രസംഗിക്കാൻ പഠിച്ചു. അതുകൊണ്ട് ഇവിടെ ഇനി നിങ്ങൾ കസേര തിരിച്ചിട്ട് അങ്ങോട്ടിരുന്നാലും കത്തിച്ചിട്ടേ പോത്തുള്ളൂ. പിടികിട്ടിയില്ലേ? നീ കൈ അടിച്ചില്ലാലും പ്രസംഗിക്കും, നീ സ്വോത്രം പറഞ്ഞില്ലാലും പ്രസംഗിക്കും, നീ ഇതിനകത്തിരുന്ന് കപ്പലണ്ടി തിന്നാലും പ്രസംഗിക്കും, നീ പുറം തിരിഞ്ഞിരുന്നാലും പ്രസംഗിക്കും. കാരണം ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കയറണം. എൻ്റെ ആത്മമണ്ഡലത്തിൽ ഒരു വെട്ടി രാത്രി നടക്കും. ചിലതിനെ പിടിച്ചു കെട്ടിയ ചിലതിനെ എനിക്കറിയത്തില്ല. ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, KPS മേനോന്റെ അകത്ത് നിന്ന് തുറന്നു വന്ന ഉറവകളെ, തുറന്നു വന്ന വാതിലുകളെ പിടിച്ചു കെട്ടിയ ദുരാത്മമണ്ഡലത്തെ ഇന്ന് പകലിൽ യേശു ലാസറിന്റെ കല്ലറെ പറഞ്ഞൊരു പദം ഞാൻ പറയാ, അഴിച്ചു വിടുക. എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ നിങ്ങൾ വരണം. ചൂരച്ചെടിയുടെ കീഴിൽ ഏലിയാവിനെ കൊണ്ടെത്തിച്ചപ്പം ഇസബേലിന്റെ ശബ്ദത്തിന്റെ പുറകിൽ മറഞ്ഞു നിന്ന ദുരാത്മമണ്ഡലം ചിന്തിച്ചത്, കൊടുങ്കാറ്റ് പോലെ വന്നവൻ അട്ട ചുരുളുന്ന പോലെ ചൂരച്ചെടിയുടെ കീഴിൽ ചുരുണ്ടു കിടക്കുകയാണ്. സാത്താൻ മാറി നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, തീർന്നടാ, ഇനി ഒരു സാധ്യതയില്ല, ഈ ചൂരച്ചെടിയുടെ കീഴ് ഇവിടം കൊണ്ട് തീരുകയാ. പക്ഷെ മറു സൈഡിൽ മാറി നിന്നിട്ട് കൊടുങ്കാറ്റ് പോലെ അവനെ വിളിച്ച ദൈവം പറഞ്ഞ്, ഇല്ല സാത്താനെ, അടുത്ത തലമുറയ്ക്ക് ചിലത് പകരാനുള്ള ചൂരച്ചെടിയുടെ കീഴാക്കി ഇതിനെ ഞാൻ മാറ്റാൻ പോകുകയാ. ഇന്ന് രാത്രിയിലും ആത്മാവ് ഇടപെടുകയാ. നീ തകർന്നെന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് ഒരു ഗ്ലോറി സ്പോട്ട്. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുക. സാത്താൻ തകർക്കാൻ പദ്ധതി ഇടുന്നിടത്തല്ല ദൈവം തന്റെ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാ. രാത്രി പ്രാർത്ഥിക്കണം. നമുക്കൊരു ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കയറണം. ക്രിസ്തീയ ജീവിതത്തിന് ഒരു സെക്കൻഡ് ജേണി ഉണ്ട്. എല്ലാവരും പറഞ്ഞേ, സെക്കൻഡ് ജേണി. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. എന്തുണ്ട്? ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ച് തുടങ്ങിയത് സെക്കൻഡ് ജേണിയാണ്. പക്ഷെ ഇന്നലെ രാത്രിയിൽ ഒരു സഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ സെക്കൻഡ് ടച്ചിലേക്ക് ദൈവം എന്നെ വിട്ടു. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് മീറ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഞാൻ പോകുന്നത് വീണ്ടും ഞാൻ ഇന്ന് മൂവാറ്റുപുഴ പോയിട്ട് നാളെ വീണ്ടും ഞാൻ തിരിച്ച് ചുള്ളിമാനൂർ നെടുമങ്ങാട് പോകും. വീണ്ടും അവിടുന്ന് തിരിച്ച് എറണാകുളം പോകും. ഇങ്ങനെ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക. പണ്ടാരോ നമ്മുടെ അറിയപ്പെടുന്നൊരു ദൈവദാസനോട്, ഒരു ദൈവാസനെ പുറത്തുനിന്നൊരു ദൈവാസൻ, പുള്ളി വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ ഇപ്പോൾ എവിടാന്ന്?
എന്നിട്ട് ഈ ദൈവദാസൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ച് പാസ്റ്റർ ഇപ്പോൾ എവിടെയാണ്? പുള്ളി പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് കാനഡയ്ക്ക് പോവാന്ന്. ആ ദൈവദാസൻ തിരിച്ച് പുള്ളിയോട് ചോദിച്ചു പാസ്റ്റർ ഇപ്പോൾ എവിടെ? ഞാൻ മൈലപ്രയെന്ന് പത്തനംതിട്ടയ്ക്ക് പോവാന്ന്. മനസ്സിലായില്ലേ? അനിച്ചാൻ ഇവിടില്ല, അനിച്ചാൻ കട്ടപ്പനയ്ക്ക് പോയി. എവിടെ? അടിമാലിക്ക് പോയി. അഭിഷക്തന്മാർ ഓടട്ടെന്ന് ഒത്തിരി അടച്ചു വെച്ചില്ലേ സാത്താൻ? പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ ആത്മാവിൽ മീഡിയക്കകത്തൂടെയും ഇതിനകത്തിരിക്കുന്നവരോടെയും പറയാം. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് ഒരു സെക്കൻഡ് ജേണി ഉണ്ട്. ഇന്ന് രാത്രി മൂന്നൂടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു കാര്യം പറയാം, ഈ രാത്രി ചിലതിന് ഒരു സെക്കൻഡ് ടച്ച്, യേശുവിന്റെ നാമത്തിൽ ഒരു സെക്കൻഡ് ടച്ച് ഈ രാത്രി ചിലതിനെ ദൈവം ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിന് എന്തുണ്ട്? പറ, സാത്താൻ കേക്കട്ടെ. ആ സെക്കൻഡ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, സെക്കൻഡ് ടച്ച്, സെക്കൻഡ് ജേണി. എല്ലാവരുടെ ലൈഫിനകത്തും ഇതുണ്ട്. സെക്കൻഡ് ചാൻസ് നഷ്ടപ്പെടുത്തിയ ഒത്തിരി പേരുണ്ട്, ഇല്ലേ? ഉണ്ട്, ഒത്തിരി പേരുണ്ട്. സെക്കൻഡ് ചാൻസ് യൂസ് ചെയ്ത ഒത്തിരി പേര് ഈ തിരുവചനത്തിനകത്തുണ്ട്. പുതിയ നിയമത്തിനകത്ത് ചാൻസ് നഷ്ടപ്പെടുത്തി ഒരുത്തിനെ കാണും, എനിക്ക് അവനെ ഞാനും നിത്യതയെ കാണത്തില്ല, പിന്നെ ഞാൻ നരകത്തിലും പോകത്തില്ല, അതുകൊണ്ട് എനിക്ക് അവനെ കാണാൻ അവസരമില്ല. പിടികിട്ടിയില്ല. പേര് യൂതേന. ചാൻസ് ഉണ്ടായിട്ടും നഷ്ടപ്പെടുത്തിയവനാ. പക്ഷെ ഒരു സാധ്യത ഇല്ലാണ്ട് തിരിച്ചു കയറിയവരുമുണ്ട്. ഇവിടെ കൂടെ നടന്നിട്ട് പോയി ഒരു കയറിൽ തൂങ്ങിച്ചാവുമ്പോൾ ഒരുത്തിനെ തൂക്കിയിട്ടിട്ട് അവസാന മണിക്കൂർ ചാടിക്കയറി. പേര് ക്രൂശിലെ കള്ളം എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? സെക്കൻഡ് ചാൻസ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് എൻ്റെ അകത്തെ ആശയം സെക്കൻഡ് ടച്ചാ. എല്ലാവരും പറ, ഒരു സെക്കൻഡ് ടച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വസിക്കുന്നുണ്ടോ ഇതിനകത്ത് ഒരു സെക്കൻഡ് ടച്ച് എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുമെന്ന്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിലൊരു ദൂത് പറയാം. ശത്രു നിന്നെ തകർക്കാൻ ഒതുക്കുന്ന മുഴുവൻ പദ്ധതിക്കകത്തും ദൈവം എന്നോട് പറയാം, ശത്രു നിന്നെ തകർക്കാൻ വേണ്ടി ഒരുക്കുന്ന മുഴുവൻ പദ്ധതിക്കകത്തും നിന്നെ ഉയർത്താനുള്ള ദൈവത്തിന്റെ പ്രോജക്റ്റ് ഉണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വാക്കിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് രാത്രി ദൈവം അത് ശക്തമായിട്ട് ഇടപെടുകയാ. നിന്നെ തകർക്കാൻ ഒരുക്കുന്ന മുഴുവൻ പദ്ധതിക്കകത്തും നിന്റെ അകത്തെ ദൈവ മനുഷ്യനെ പുറത്തെടുക്കാനുള്ള ദൈവത്തിന്റെ പ്രോജക്റ്റ് ഉണ്ടെന്ന് ഇന്ന് രാത്രി അഭിഷക്തന്മാരോടാ ഞാൻ പറയുന്നേ. നിന്നെ ശത്രു തകർക്കാൻ ഒരുക്കിയ മുഴുവൻ പദ്ധതിക്കകത്തും ദൈവത്തിന് എന്തോ ചില പ്രോജക്റ്റുകളുണ്ട്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടം ഈ പൗലോസിനെയാ. പുള്ളിയെ കെട്ടിയിട്ടാൽ ലേഖനം ജനിക്കും. മനസ്സിലായില്ല? പുള്ളിയെ കെട്ടിയിട്ടാൽ ലേഖനം ജനിക്കും, പുള്ളിയെ അഴിച്ചു വിട്ടാൽ സഭ ജനിക്കും. മനസ്സിലായവരുണ്ട്? കര ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഒന്നുകൂടെ പറയുന്നു, പുള്ളിയെ കെട്ടിയിട്ടാൽ, സാത്താനെ നീ പുള്ളിയെ കെട്ടിയാൽ ലേഖനം ജനിക്കും, അവനെ അഴിച്ചു വിട്ടാൽ സഭ ജനിക്കും. ഒന്നുകൂടെ പറയാം, സാത്താന്റെ ഒരു തന്ത്രവും അങ്ങോട്ട് വില പോകാത്തൊരു മനുഷ്യനായിരുന്നു പൗലോസ്. ഒന്നുകൂടെ പറഞ്ഞാൽ സാത്താന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ മനുഷ്യനാ പൗലോസ്. ഒരു പ്രാവശ്യം പൗലോസിന്റെ 3 യാത്രയെ സാത്താൻ അങ്ങ് തടഞ്ഞു. 3 പ്രാവശ്യം പൗലോസ് ഒന്ന് തെസ്സലോനിക്ക സഭയിൽ പോകണമെന്ന് ചിന്തിച്ചു. 3 പ്രാവശ്യവും പൗലോസിന്റെ യാത്ര തടയപ്പെട്ടു. ഞാൻ ചിന്തിച്ച് കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യണമെന്ന, മൈലുകൾ യാത്ര ചെയ്യണമെന്ന. പക്ഷെ പഠിച്ചപ്പോൾ മനസ്സിലായി 33 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയായിരുന്നു. എത്ര? പുള്ളി ഇരിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് എല്ലാം 33 കിലോമീറ്റർ എന്ത് ചെയ്താൽ മതി? യാത്ര ചെയ്താൽ മതി. പക്ഷെ 3 വട്ടം ചിന്തിച്ചിട്ട് എന്ത് ചെയ്തില്ല? സാത്താൻ ചിന്തിച്ചടാ, നീ തെസ്സലോനിക്ക സഭയിൽ അങ്ങനെ പോകണ്ട, നീ തെസ്സലോനിക്ക സഭയോട് അങ്ങനെ സംസാരിക്കണ്ട. 3 പ്രാവശ്യവും പൗലോസ് പ്ലാൻ ചെയ്തു, പക്ഷെ പോകാനുള്ള അവസരം ഒത്തില്ല. പക്ഷെ സാത്താൻ അറിഞ്ഞില്ല, അവിടെ ദൈവത്തിനൊരു പ്രോജക്റ്റ് ഉണ്ട്. എടാ, 3 വട്ടം തെസ്സലോനിക്ക 33 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത അധ്യായത്തിലൊരു വാക്യമുണ്ട്, ഞാൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇന്ന് രാത്രിയിലും ആരോടൊക്കെ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിന്നെ തകർക്കാൻ സാത്താനിട്ട ചില പ്രോജക്റ്റിനകത്ത് എന്റെ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട് ഈ രാത്രിയിൽ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ഇവര് കേട്ടില്ലാലും കുഴപ്പമില്ല, ഞാൻ കേൾക്കണം. ഈ മോണിറ്റർ കുറയ്ക്കരുത്. നിങ്ങൾ കേട്ടില്ലാലും കുഴപ്പമില്ല, എനിക്ക് കേൾക്കണം. ശ്രദ്ധിച്ചേ, പുള്ളിയെ കെട്ടിയിട്ടാൽ എന്ത് വരും? അയ്യോ, ഇതെന്തോ മനുഷ്യനാ ഇത്. അഴിച്ചുവിടാന്ന് തീരുമാനിച്ചാലോ?
അങ്ങനെ ഒരു തലമുറ ഇതിനകത്തുണ്ടോ? ഞാൻ വേറൊരു വ്യക്തിയെ കാണിച്ചു തരാം. പുള്ളി ഒരു സ്വപ്നം കാണുകയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രം അവനെ എന്ത് ചെയ്യുന്നു? തീർന്നില്ല. പുള്ളി അടുത്തൊരു സ്വപ്നം കാണുവാണേ, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരുമില്ലല്ലോ എൻ്റെ കൂടെ. ഇന്ന് രാത്രി ഒരു ദൂത് പറയാനാണ് വരുന്നത്. ഒരു സെക്കൻഡ് ടച്ച് ഇതിനകത്ത് ചിലതിന് തന്ന് ഈ രാത്രി എഴുന്നേറ്റ് പോയാൽ മതി. എൻ്റെ കറ്റ. കുമരകംകാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, കോട്ടയംകാർ ഇരിപ്പുണ്ട്. നിങ്ങളോടൊക്കെ ഞാൻ കറ്റ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? കറ്റ അല്ല എന്തോ അല്ലേ? കറ്റ എന്ന് പറഞ്ഞാൽ കറ്റയല്ല സഹോദര. കറ്റ എന്ന് പറയണമെങ്കിൽ ഒറ്റ വിഷയമേ ഉള്ളൂ. കറ്റ എന്ന് ഒരാൾ ഒരെണ്ണത്തെ നോടി അതാ കറക്റ്റ്. കറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെട്ടുകൊണ്ടത് എന്താണോ അതാ കറ്റ. നിങ്ങളാരും എൻ്റെ കൂടില്ല. അടിയിൽ അരിവാള് വെക്കുന്നിടം വരെ കതിര. പിടികിട്ട്. അടിയിൽ അരിവാള് വെക്കുന്നിടം വരെ പേര് കതിര. പക്ഷെ അരിവാൾ അടിയിൽ കൂടെ പേര് മാറും, കറ്റയാ. കറ്റയുടെ മേളിൽ കാല് വന്നാൽ വീണ്ടും പേര് മാറും, പതിരും, കതിരുവാ. പിടികിട്ടുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നാൽ ഇവൻ പറയും എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നെന്ന് പറഞ്ഞ. എടാ, ചരിത്രം ഇങ്ങനെ പറയുന്നത്. അടി വെട്ടിയിട്ടാ പിന്നെ കറ്റയാ. കറ്റ എന്ന് പറഞ്ഞാൽ തന്നെ തറയില്ല. പക്ഷെ ഇവൻ പറയാ, അല്ല സഹോദര, ഞാൻ കാണുന്ന വെളിപ്പാട് അതല്ല. വെട്ടിയാലും എഴുന്നേറ്റ് നിൽക്കും. പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? അടി വെട്ടിയാലും എഴുന്നേറ്റ് നിൽക്കും. കറ്റയുടെ അടുത്ത പ്രത്യേകത പറയാം. കറ്റ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയേ. ഇന്ന് രാത്രി ഒരു സാന്നിധ്യത്തിനകത്ത് കയറി ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിച്ചിട്ടേ ഇതിനകത്തുനിന്ന് പോകാവുള്ളൂ. കോവിഡ് എൻ്റെ അനുഭവം എനിക്ക് പറയാമല്ലോ. കോവിഡ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഗ്ലോറിയസ് ടൈമായിരുന്നു കോവിഡ്. നിങ്ങളാരും എൻ്റെ കൂടില്ല. എൻ്റെ ലൈഫിലെ ഗ്ലോറിയസ് ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എൻ്റെ 20ാമത്തെ വയസ്സിലാണ് എൻ്റെ അപ്പൻ എൻ്റെ കൈ പിടിക്കുന്നത്. എനിക്ക് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ കൈ പിടിച്ചതാ. ഇന്നേക്ക് 13 വർഷമായിട്ട് ആ പിടുത്തം വിട്ടിട്ടില്ല എൻ്റെ അപ്പൻ. പക്ഷെ ഈ 13 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫിൻ്റെ ട്രമൻഡസ് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മിറക്കിളുകൾ ഞാൻ കണ്ടത് 2 വർഷത്തിന് മുൻപല്ല. ഈ പ്രതിസന്ധിയുടെ 2 വർഷത്തിലാ, വെട്ടിയിട്ട 2 വർഷത്തിലാ, എല്ലാം അടഞ്ഞ 2 വർഷത്തിലാ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. 2 വർഷക്കാലം അഭിഷക്തന്മാരെ ശത്രു കെട്ടിയിട്ടോ, പേടിക്കണ്ട. കെട്ടിയിട്ടാൽ ലേഖനം ജനിക്കും. അഴിച്ചു വിട്ടാൽ സഭ ജനിക്കും. ഇന്ന് രാത്രി ആരുടെയൊക്കെ മേൽ ശത്രു വിട്ട ചില പദ്ധതികളെ ദൈവത്തിന്റെ പ്രോജക്റ്റ് ആക്കി വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. ചെറിയൊരു കൂട്ടമേ ഇതിനകത്തുള്ളൂ. നിന്നെ തകർക്കാൻ ഒരുക്കിയ ചൂരച്ചെടി, നിന്നെ തകർക്കാൻ ഒരുക്കിയ തിമിംഗലത്തിന്റെ വയറ്, ഇതെല്ലാം ദൈവത്തിന്റെ പ്രോജക്റ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. ആമേൻ. എൻ്റെ ലൈഫിനകത്ത് അതിന് മീഡിയ ആര് വെട്ടിയിട്ടാലും ഇപ്പം വെട്ടലൊന്നും ഇവിടെ പേടിയില്ല. ഒരു ഗ്ലോറി. വെട്ടലും പേടിയില്ല, എഴുത്തിനകത്തും പേടിയില്ല. കാരണം എഴുതിയ അച്ചാച്ചനല്ലല്ലോ നമുക്ക് തരുന്നേ. എന്നെ ഇപ്പം ഈ 2 വർഷക്കാലം ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ചൂരച്ചെടിയുടെ കീഴിലിരുന്ന ദൂതം വരും, കെരീതി പോയ കാക്ക വരും. സാരാഭാത്തിൽ ചെന്ന കടമുള്ള വിധവയാ, നീ കയറുന്നതോടുകൂടി കട മാറി അവൾ ഭയങ്കര സംഭവമാണ്. പിടികിട്ടുന്ന എത്ര പേര് എന്ന് പറഞ്ഞാൽ നീ ചലിക്കുന്ന അനുസരിച്ച് നിന്റെ പ്രൊവിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുകയാ, നിന്നെ തകർക്കാൻ വെച്ച സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് നിന്നെ പൊക്കാനുള്ള പ്രോജക്റ്റ് ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവം ഇതിനകത്ത് പറയുകയാ, ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ശത്രു തകർക്കാൻ നോക്കിയെങ്കിൽ ഇന്ന് രാത്രി നെഞ്ചത്തെ കൈവച്ചിട്ട് പറ, ആ തകർച്ചയ്ക്കകത്ത് എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്രോജക്റ്റ് ഉണ്ട്. ഈ ജോസഫ് പറയുന്ന പദം തന്നെ, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. അയ്യോ, കാരണം ഞാൻ വയൽ കണ്ടിട്ടുണ്ട്, കറ്റ കണ്ടിട്ടുണ്ട്, കൊയ്തിട്ടുണ്ട്, മെതിച്ചിട്ടുണ്ട്. ഗ്ലോറി. കൊയ്തിട്ടുണ്ട്, മെതിച്ചിട്ടുണ്ട്, വിതച്ചിട്ടുണ്ട്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വയലിനകത്തും കറ്റ എഴുന്നേറ്റിരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി വയൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരുത്തം പറയും എൻ്റെ കറ്റ എഴുന്നേറ്റിരിക്കും. കറ്റയെന്ന് പറഞ്ഞാൽ തന്നെ മണ്ണി വീണതാന്ന്. പക്ഷെ ഇവൻ പറയും, അല്ല സഹോദരൻ, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. കറ്റയ്ക്ക് 2 പ്രത്യേകത. ഒന്ന് കെട്ടിയിട്ടതാ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. കറ്റ കണ്ടിട്ടുള്ളവരോട് ചോദിക്കണം, ഒന്ന് എന്ത് വീണതാ? കെട്ടിയിട്ടതാ. 2 വെട്ടിയിട്ടതാ. പിടികിട്ടിയില്ല. ഇന്ന് രാത്രി ഇതിനകത്തൊരു സെക്കൻഡ് ടച്ചിനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ ഒരു കറ്റയാ. കെട്ടിയിട്ടാലും
വെട്ടിയിട്ടാലും ഇന്ന് രാത്രി ഇതിനകത്ത് ചിലത് എഴുന്നേക്കും. സാത്താനെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് കൽപ്പിക്കുന്നു, നീ വെട്ടിയിട്ടാലും നീ കെട്ടിയിട്ടാലും ഇതിനകത്തൊരു തലമുറ എഴുന്നേറ്റ് വരും. വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. നിന്റെ വീട്ടിനകത്ത് നിന്റെ തലമുറയെ കെട്ടിയിട്ടാലും നിന്റെ തലമുറയെ വെട്ടിയിട്ടാലും ഈ രാത്രി ചിലത് എഴുന്നേക്കാൻ പോവുകയാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആരാധിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആരാധിക്കുക. ഈ രാത്രിയിൽ ഏതൊക്കെയോ വീടിനകത്ത് പദ്ധതിയുള്ള ചില സ്വപ്നക്കാരന്മാർ, ദൈവത്തിന്റെ പദ്ധതിയുള്ള ചിലത് ഈ രാത്രി ഏതൊക്കെയോ വീടിനകത്ത്, മീഡിയക്കകത്തൂടെയാണെങ്കിലോ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന റൂമിനകത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നു. എന്തോ എൻ്റെ അകത്ത പദം കയറി വരുന്നു. തകർക്കാൻ ഒരുക്കുന്ന എല്ലാ പദ്ധതിക്കകത്തും സാത്താനെ കാൽവറിയിലോട്ട് യേശുവിനെ തള്ളി വിട്ടിട്ട് മാറി എന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഒരു കടലിൻ്റെ മേലുള്ള നടപ്പ് ആരും എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? നിന്റെ കടലിൻ്റെ മേലെ നടപ്പ്, നീ മരിച്ച് എൻ്റെ അവസാനത്തെ ആയുധമാം എന്ത്? മരണം. നീ അതിനെ പോലും പിടിച്ച് പുറത്തിറക്കി കളഞ്ഞു. ഇങ്ങനെ ചിന്തിച്ച് കർത്താവ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിനകത്ത് അല്പം വെളിപ്പാട് കിട്ടിയവനാന്ന് തോന്നുന്നു. അവൻ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ചെയ്ത് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കർത്താവ് കാൽവറിയിലോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് കൂടി ഇങ്ങനെ സാത്താൻ വന്ന് ചിരിക്കുന്ന അവൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഇടയ്ക്കൂടെ. എന്നതുപോലെ സാത്താൻ ഈ കർത്താവ് കാൽവറിയിലോട്ട് പോയപ്പോൾ ഇടികൊണ്ട് കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ കർത്താവ് പോകുമ്പോൾ ശരീരം മുഴുവജാല് പോലെ കീറി. എന്തിനു പറയുന്നു? ദാഹിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ ആരുമില്ലാത്തൊരവസ്ഥയ്ക്കകത്തൂടെ കർത്താവ് ഇങ്ങനെ ചലിക്കുമ്പോൾ സാത്താൻ മാറി എന്ന് പറഞ്ഞ് കടലിൻ്റെ മീതെ നടന്നവൻ ഇപ്പം നടക്കുന്ന കണ്ടോ? കർത്താവിനെ തകർക്കാൻ എല്ലാ പദ്ധതികളും ഒരുക്കി കാൽവറിക്കകത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവ് കയറി തൂങ്ങിയപ്പോൾ സാത്താൻ ചിന്തിച്ച്, ഓഹോ ഇവന്റെ ശല്യം ഇവിടം കൊണ്ട് തീർന്നു. പക്ഷെ അവൻ അറിഞ്ഞില്ലടാ, നീ തകർക്കാൻ ഉപയോഗിച്ച അതേ സ്ഥലത്തുനിന്ന് ഇനി തലമുറകളെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രോജക്റ്റ് പുറത്തു വരുന്നത്. ഇന്ന് രാത്രിയിലും ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. വീട് വിട്ട് പോകരുത് കേട്ടോ. പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് നിന്റെ വീട് വിടരുത്. രാത്രി താമസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ വീട് വിടരുത്. ആ വീട്ടിനകത്തൊരു പ്രോജക്റ്റ് ഉണ്ട്, ആ വീട്ടിനകത്തൊരു പദ്ധതി ഉണ്ട്. ഇന്ന് രാത്രി ചിലത് വിട്ടിട്ട് പോവല്ലേ? അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമം കുറഞ്ഞപ്പോ, അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമം വന്നപ്പോ മോവാബിലെ അപ്പം കണ്ടിട്ട് ഒരു കുടുംബം ഇറങ്ങിപ്പോയതുപോലെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രി അപ്പത്തിന്റെ ഭവനത്തിലെ ക്ഷാമം കണ്ട് പോകല്ലേ. അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമം വന്നെങ്കിൽ 1-ാം അധ്യായത്തിൽ ക്ഷാമമുണ്ടെങ്കിൽ 1-ാം അധ്യായം തീരുന്നതിന് മുന്നമേ അതേ അപ്പത്തിന്റെ ഭവനത്തിൽ ഒരു കൊയ്ത്തുണ്ട്. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി എനിക്കറിയാം ഈ ദൂത് ചില വീടിനകത്ത് കയറാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? ഞാനൊരു പദം പറഞ്ഞ് ആ ദൂതിലേക്ക് കയറാനാണ്. പക്ഷേ എനിക്ക് ഇന്ന് രാത്രിയിൽ ഈ ദൂത് എൻ്റെ അകത്ത് കത്തി ഒരു പദം പറയാതെ എനിക്ക് പറ്റത്തില്ല. നിന്നെ തകർക്കാൻ ഒരുക്കുന്നത് കാരാഗ്രഹമാണെങ്കിൽ അതിനകത്തുനിന്ന് ലേഖനം ജനിക്കുക. നിന്നെ അഴിച്ചു വിടുന്നത് കൊട്ടയ്ക്കകത്ത് ഇറക്കി വിടാനാണെങ്കിൽ ഓർത്തോ, അവിടെ ചില സഭകൾ ജനിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്നെ തകർക്കാൻ ഉപയോഗിച്ച അതേ സ്ഥലത്ത് തന്നെ ദൈവം, നിന്റെ ദൈവത്തിൻ്റെ പ്രോജക്റ്റ് പുറത്തു വരും. നിങ്ങൾ ശ്രദ്ധിക്കണേ. 276 പേരുമായിട്ട് യാത്ര തിരിച്ചൊരു കപ്പൽ, സെക്കൻഡ് ടച്ചിലേക്ക് കയറാം, ഇത് പറയാതെ കയറാൻ പറ്റത്തില്ല. 276 പേരുമായിട്ട് യാത്ര തിരിച്ചൊരു കപ്പൽ. യാത്രയുടെ മധ്യത്തിൽ കാറ്റടിച്ച് കപ്പൽ ഒലഞ്ഞ് കപ്പൽ തകർന്ന് പലകെ പിടിച്ച് കുറേ എണ്ണ എവിടെ കയറി? പറ. മെലീത്തെ കയറി. മെലീത്തെ 275 എണ്ണവും വിറകെടുത്തു. 100% ഉറപ്പാ. ആരുമില്ല എൻ്റെ കൂടെ. 275 എണ്ണവും മെലീത്തക്കകത്ത് വിറക് പെറുക്കി. ഒരു പാമ്പും ചാടിയില്ല. പക്ഷെ 76-ാമത്തവൻ പൗലോസ് വിറകെടുക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ എന്നോട് ദൈവം, ഈ പട്ടണത്തിനകത്ത് നമ്മൾ ചിലതിന് ഈ രാത്രി വെട്ടും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് തെക്കിനോടും വടക്കിനോടും പടിഞ്ഞാറിനോട് കിഴക്കിനോടും ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ കയറി നിന്ന് വിളിച്ചു പറയുന്നു, ഈ പകലിൽ പട്ടണ ശക്തിയെ കുടഞ്ഞു കളയുകയാ. 275 എണ്ണം പെറുക്കുമ്പോഴും എന്തില്ല? ഒരു പാമ്പും ചാടിയില്ല. എടാ, പൗലോസ് വേറെ വല്ലോണോ? അപ്പോൾ ഇവർ പെറുക്കിയ അതേ സ്ഥലത്തു നിന്നാണ് പൗലോസും പെറുക്കുന്നത്.
പക്ഷെ 276-ാമത്തവൻ ഒരു വിറക് കൊള്ളി എടുക്കുമ്പം വിറകിനോടൊപ്പം ഒരു സാധനം കൂടെ കയറി കയ്യിലങ്ങ് ചുറ്റി. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ലക്ഷ്യം എന്നാന്ന് മനസ്സിലായോ? ഇവൻ റോമിലെത്തരുത്. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല. കാരണം ഇവൻ റോമിലെത്തിയാൽ വിശ്വാസത്താലുള്ള നീതീകരണം പുറത്തു വരും. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇവൻ റോമിലെത്തിയാൽ വിശ്വാസത്തിന്റെ നീതീകരണം പുറത്തു വരും. ഇവൻ റോമിലെത്തിയാൽ പൈശാചിക മണ്ഡലത്തെ തകർക്കുന്ന അസാധാരണ ഈടുറ്റ ലേഖനങ്ങൾ പുറത്തു വരും. ഇവൻ റോമിലെത്തരുത്, ഇവൻ മെലീത്തക്കകത്ത് തീരണം എന്ന് ചിന്തിച്ച് മെലീത്തയിലെ ശക്തി പൗലോസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ, ശക്തിയെ നീ അറിഞ്ഞില്ലടാ, ഈ മെലീത്ത എന്ന് പറയുന്ന ഈ സ്ഥലമുണ്ടല്ലോ, നീ പൗലോസിനെ തകർക്കാൻ ഉപയോഗിച്ചതാണെങ്കിൽ ഈ സ്ഥലത്തെ ഒരു ഗ്ലോറി സ്പോട്ടാക്കി. ഞാനൊരു കാര്യം പറയാം. നിന്റെ വീട്ടിൽ 10 പേരുണ്ട്, 9 എണ്ണത്തിനോട് ഒരു പോരാട്ടം കാണത്തില്ല. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. 9 എണ്ണത്തോട് 4-ാം തലമുറയെ മോശ മാത്രമേ ഉള്ളായിരുന്നോ? 4-ാം തലമുറ മോശയുടെ പറയുള്ളൂ. ഒത്തിരി പിള്ളേർ ജനിച്ചായിരുന്നു. മോശയെ സൂക്ഷിച്ച കാര്യം പറഞ്ഞ് കുറേ പിള്ളേരെ വെള്ളത്തിനകത്തിട്ട് കൊന്നു. പക്ഷെ പദ്ധതിയുള്ള മോശയ്ക്കായിരുന്നു പ്രശ്നം മുഴുവൻ. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. ഇന്ന് രാത്രിയിൽ പൗലോസിനെ മെലീത്തെ തകർക്കാനാ നോക്കിയത്. മെലീത്തയിലെ ശക്തിയായിരുന്നു ഈ കയറി ചുറ്റിയത്. അവരതിന് പ്രത്യേക പേരൊക്കെ കൊടുത്ത് ഓമനിച്ച് താലോലിച്ച് വളർത്തിയേക്ക് വരുന്നത്. കാരണം ഇന്നലകളിൽ നീന്തി കയറിയതിനെ മൊത്തം ഇത് കൊന്നതാണ്. അവർ പേരൊക്കെ കൊടുത്ത് താലോലിച്ച് ഓമനിച്ച് വളർത്തിയതാ. പൗലോസിൻ്റെ കയ്യിലോട്ട് ചുറ്റിയപ്പോഴത്തേക്ക് പൗലോസ് 275 എണ്ണത്തെ വിളിച്ചിട്ട് എന്നെ പാമ്പ് കടിച്ച് കൊണ്ടുപോകുന്നല്ല പറഞ്ഞ. പുള്ളി ആത്മാവിൽ ഒറ്റ കൊട, ആ ഒറ്റ കൊടയ്ക്കകത്ത് ദ്വീപ് കുടഞ്ഞു പോയി. പിടികിട്ടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഒറ്റ കുട അദ്ദേഹം കുടഞ്ഞപ്പോൾ ആ ദ്വീപ് മുഴുവൻ ഷെയ്ക്കായി. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ ഒറ്റ കുടച്ചിലിനകത്ത് പുബ്ലിയോസിന്റെ വീടിന്റെ ഡോറ് തുറന്നു. ഇന്ന് രാത്രിയിൽ നിനക്കെതിരെ വരുന്ന ചില പ്രതിസന്ധികൾ, നിന്റെ മുമ്പിൽ നീ അറിയാത്ത ചില ഡോറുകൾ തുറക്കാനാ. പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ രാത്രിയിൽ ദൈവവചനം ശ്രവിക്കുന്ന ആരോടൊക്കെ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നീ പോകുന്ന സ്ട്രഗിളുകൾ, നീ പോകുന്ന പ്രതിസന്ധികൾ നീ പോലും അറിയാതെ ചില ഡോറുകളെ തുറക്കാനാ. പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ദൂതിനെ കയറി പിടിക്കുക. ഈ രാത്രി ഇതിനകത്ത് ഏതൊക്കെയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചില ഡോറുകൾ. ആമേ. 100% ഞാൻ പറയാം, തകർക്കാൻ സാത്താൻ വെച്ച എല്ലാ പദ്ധതിക്കകത്തും ശിംശോനെ അപമാനിക്കാനേ, എന്തോ ഞാൻ അങ്ങനെ പോകുന്നത്, എടുത്ത വചനത്തിൽ കയറുന്നില്ലല്ലോ. ശിംശോനെ അപമാനിക്കാൻ വേണ്ടിയാ ഇവന്മാരെല്ലാം കൂടെ കണ്ണും കുത്തി പൊട്ടിച്ച്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ, ഇവനെ അപമാനിക്കാൻ വേണ്ടി കണ്ണും കുത്തി പൊട്ടിച്ച് 10,000 എണ്ണം കൂടിയ അതിന് ആലയത്തിനകത്തോട്ട് എന്ത് ചെയ്ത് കൊണ്ടങ്ങ് കെട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ വരുന്നവനും പോകുന്നവനും എല്ലാം പറഞ്ഞത്, ആണ്ടടാ കഥകും കൊണ്ട് പോയവൻ. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ ഇന്ന് രാത്രി. ഉണ്ടെങ്കിൽ ഞാനിത് അഭിഷക്തന്മാരോടാണ് സംസാരിക്കുന്നത്. ഈ രാത്രി അഭിഷേകത്തെ ചുമക്കുന്നവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ചുമ്മാതെ രാവിലെയും വൈകിട്ടും വന്ന് റൊട്ടി അടിച്ചിട്ട് പോകുന്നവനോടല്ല ഞാൻ പറയുന്നത്. ഒരു സെക്കൻഡ് ടച്ച് എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവനോടാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലേ എന്താ അവർക്ക് വട്ടമുണ്ടോ അവിടെ കൊണ്ട് കെട്ടിയിടാൻ? കണ്ണും കുത്തി പൊട്ടിച്ച് ഇവന്മാരെല്ലാം കൂടെ കൂടുന്ന ആ ടെമ്പിളിനകത്ത് കൊണ്ടുപോയി ഇവനെ കൊണ്ട് ബന്ധിച്ചിട്ട് എന്തിനാണെന്നറിയോ? വരുന്നവനും പോകുന്നവനും പറയണം, ദാണ്ടടാ കഥകം കൊണ്ട് പോയവൻ. അയ്യോ, കുന്നൊന്നേ, കുന്ന് 2, കുന്ന് 3, കണ്ടോ ഇപ്പോഴത്തെ പരുവം. ഇത് രാത്രി ആരെയൊക്കെ തൊടുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്തരാത്മാവിൽ ആരെയൊക്കെ ഇത് തൊടുന്നുണ്ടെന്ന് ഈ രാത്രിയിൽ എനിക്കറിയാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരൊക്കെ ഇന്ന് രാത്രിയിൽ സട കുടഞ്ഞ് ഇതിനകത്ത് എഴുന്നേക്കും. പ്രാർത്ഥിക്കണേ. ഇതൊരു പ്രസംഗമല്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലജ്ജിപ്പിക്കാനാ, കളിയാക്കാനാ, അഭിഷക്തനെ ഒന്ന് നല്ലതുപോലെ ജനത്തിന്റെ മധ്യത്തിൽ വല്ലാതൊന്ന് ആക്ഷേപിക്കാനാ കൊണ്ടു നിർത്തിയേ. എടാ ദുഷ്ട പിശാചേ, എടാ പൈശാചിക മേഖലയെ, നീ എന്താ ചിന്തിച്ചേ? 10,000 എണ്ണത്തിന്റെ നടുവിൽ കൊണ്ടിട്ട് എൻ്റെ അഭിഷക്തനെ തകർത്ത് കളയാൻ നീ ഒരുക്കിയ സ്പോട്ടാണോ? ഇല്ലടാ, ഇതിനകത്താണ് അവന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ. ഇന്ന് രാത്രി ഒത്തിരി എണ്ണത്തെ അപമാനിച്ച സത്യത്തില്
പുള്ളി കുന്നൊന്നേ കുന്ന് രണ്ടേ, പുള്ളി കഥവും കൊണ്ടൊക്കെ പോയ പോലൊന്നും അല്ലായിരുന്നു. ഈ സ്പോട്ടിൽ പുള്ളി ഒന്ന് കുലുങ്ങിയതാ. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല. പുള്ളി രണ്ട് കൈ രണ്ട് നൂണിൽ പിടിച്ചിട്ട് മേപ്പോട്ട് നോക്കിയിട്ട് ഒറ്റ പദവാ. ഞാൻ എൻ്റെ മെസ്സേജിനകത്ത് അതുകൊണ്ട് അത് പ്രസംഗിക്കാത്തതുകൊണ്ട് അതിലേക്ക് പോകാത്തെ. ഒരവസരം കൂടെ, സെക്കൻഡ് ചാൻസാ, ഒരവസരം കൂടെ. എന്താ സംഭവിച്ചതെന്നറിയാവോ? ശത്രു തകർക്കാൻ ഒരുക്കിയ സ്പോട്ടിൽ ശത്രുവിനെ സ്വർഗ്ഗം തകർത്തു കളഞ്ഞു. എന്തോ ദൈവം എന്നോട് ഇന്ന് രാത്രി ചില വചന വെളിപ്പാടിൽ കൂടെ ദൈവം എന്നെ കടത്തി വിടുകയാ. എടാ, മോശെ അങ്ങോട്ട് വടി നീട്ടിയത് ചെങ്കടൽ തുറക്കാനാ, വഴി തുറക്കാനാ, ജനത്തിന് ജീവനിൽ കയറാനാ. അതേ മോശ തിരിഞ്ഞു നിന്ന് വടി നീട്ടും, അത് തുറക്കാനല്ല, തുറന്നതിനെ അടയ്ക്കാനാ. എല്ലാരും പറ, തകർക്കാൻ ഒരുക്കിയ സ്പോട്ടിൽ ദൈവത്തിന്റെ പ്രോജക്റ്റ് ആക്കിയ സ്പോട്ടിനെ മാറ്റാൻ പോവുകയാ. ഇന്ന് രാത്രിയിലും ആരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാ, നിന്നെ തകർക്കാൻ ശത്രു ഒരുക്കിയ സ്പോട്ട് ഉണ്ടല്ലോ, ദൈവത്തിന്റെ പ്രോജക്റ്റ് ആക്കി ദൈവം ഈ രാത്രി മാറ്റാൻ പോകുകയാ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. എന്തോ എനിക്ക് അതുമായിട്ട് ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഈ ഓഡിറ്റോറിയം കയറി വരുമ്പോൾ മുതൽ ദൈവം എന്നോട് പറഞ്ഞു, തകർക്കാൻ ഉപയോഗിച്ച അതേ മണ്ണിൽ എൻ്റെ പദ്ധതിയുടെ സ്പോട്ടാക്കി ഞാൻ മാറ്റും. അപമാനിക്കാൻ നിന്ന അതേ മണ്ണിൽ എൻ്റെ പദ്ധതിയുടെ സ്പോട്ടാക്കി ഞാൻ മാറ്റും. ഇത് ചിലരുടെ ജീവിതത്തോടുള്ള ദൂതാന്ന്. ഈ രാത്രി ആരെയൊക്കെയോ കർത്താവ് ഇതിനകത്ത് തൊടുന്നുണ്ടെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ചില പട്ടണത്തിൽ കയറുമ്പോൾ ചില പട്ടണ ശക്തിക്ക് പേടിയാ. അതുകൊണ്ടാ നിന്നെ ആ പട്ടണത്തിൽ നിർത്താത്തത്. നിങ്ങൾ അത് തിരിച്ചറിയാദ്യം. നിങ്ങളുടെ മുൻപിൽ സാത്താൻ കൊണ്ടുവരുന്ന മുഴുവൻ പദ്ധതികളും സാത്താന് കൺഫ്യൂഷനായി പോണം. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല. ആരെങ്കിലും ഉണ്ടോ എൻ്റെ കൂടെ? എങ്കിൽ പറ. സത്യത്തിൽ പൈശാചിക ലോകത്തിന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ മനുഷ്യനായിരുന്നു പൗലോസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളിനി ആത്മമനുഷ്യർ അങ്ങനെ മാറണം. നിന്നെ ഒരു സ്ഥലത്തിട്ട് കെട്ടിയിടാൻ സാത്താൻ പദ്ധതി ഇടുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്തെ നീ ഒരു ഗ്ലോറി സ്പോട്ടാക്കി മാറ്റണം. പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്ത് തിരുപ്പുണ്ട്? ഒന്നുകൂടെ പറഞ്ഞ, പൗലോസിന്റെ മുമ്പിൽ സാത്താൻ ശരിക്കും പരാജയപ്പെടുക. ഒരിക്കൽ ഒരു സ്ഥലത്തുനിന്ന് കൊട്ടയ്ക്കകത്ത് ഇറക്കി വിട്ടു. പൗലോസ് അതിനെ ഒരു സ്പോട്ടാക്കി മാറ്റി. അടുത്തൊരു സ്ഥലം വന്നപ്പോൾ പുള്ളി അടിച്ച് മരിച്ചെന്ന് വിചാരിച്ച് വലിച്ചു റോഡിൽ കൊണ്ടിട്ട് പുള്ളി അല്പം കഴിഞ്ഞ് അപ്പുറത്തോട്ട് മാറി അതിനെ ഒരു സ്പോട്ടാക്കി മാറ്റി. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, എന്തോ ശത്രു ഒരുക്കിയ ചില മേഖലയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ചിലത് എഴുന്നേൽക്കുകയാണ്. അല്ലാതെ വീട്ടിനകത്ത് രണ്ട് പോരാട്ടം അടിക്കാം, വീടും വിറ്റ് സ്ഥലവും വിട്ട്. ചിലരെ കണ്ടിട്ടില്ല, ഈ വീട്ടിൽ ഭയങ്കര. അതുകൊണ്ട് എന്ത് വേണം? മോളെ പട വേളിച്ച് പന്തളത്തി എന്നവിടെ പന്തം കൊളുത്തി തീവപ്പ. ആർക്കും മനസ്സിലായില്ലേ? വീട് വിട്ടിട്ടൊന്നും കാര്യമില്ല. നീ ആരാന്നങ്ങ് ബോധ്യപ്പെടുത്തിയാൽ മതി. പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ചിലർ പറയും, ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ഒരു വിടുതലുമില്ല, എങ്ങും പോയിട്ട് കാര്യമില്ല, നിന്നെ എവിടെ ആക്കിയാൽ അവിടെ നിന്നാലേ മന്ന വരുത്തുള്ളൂ. പിടികിട്ടുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാനൊരു ദൂത് പറഞ്ഞ് ഞാൻ സെക്കൻഡ് ടച്ചിലേക്ക് കയറാൻ പോകുകയാ. ഒരിക്കലേ ഒരു വീട്ടുകാരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു, ഈ വീട്ടിലിരുന്നിട്ട് വലിയ പ്രത്യേകതയില്ല, ഈ പട്ടണത്തിനകത്ത് ഇപ്പോൾ ഒടുക്കത്തെ ക്ഷാമമാ, ഇവിടെ ഇരുന്ന പിള്ളേരുടെ ഫ്യൂച്ചർ പോകും, പിള്ളേരുടെ ഭാവി പോകും. ഗ്ലോറി. പിന്നെ നിനക്ക് അല്ലേ അങ്ങ് ഫ്യൂച്ചറാ. എൻ്റെ മോനെ, നീ ഉണ്ടാക്കി കൊടുത്ത ഡിഗ്രി നിന്റെ തലമുറയുടെ ഫ്യൂച്ചർ അല്ല. പച്ച മലയാളത്തിലാണ് പറയുന്നത്. നീ കൂട്ടി വെച്ചിരിക്കുന്ന ₹1 നിന്റെ തലമുറയ്ക്ക് പ്രയോജനപ്പെടത്തില്ല. നിന്റെ തലമുറയുടെ പ്രയോജനം എന്ന് പറയുന്ന അവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. തിരിച്ചറിയാതെ ഈ രാത്രി ഇവിടെ ഡിഗ്രിയും കൊണ്ട് നടക്കുന്ന എത്ര എണ്ണത്തെ എനിക്കറിയാം. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. എല്ലാം പോയോ? സെക്കൻഡ് ടച്ച് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പറയും. സെക്കൻഡ് ടച്ചിനേക്കാൾ മുമ്പേ ഒന്ന് വിളിച്ചൊന്ന് എഴുന്നേൽപ്പിക്കണ്ടേ? നിങ്ങൾ നമ്മുടെ ഇന്ന് ഈ ഒരുപാട് യൗവനക്കാരുടെ തെറ്റിദ്ധാരണ എന്നാന്നറിയാം, അവരുടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം? ഗ്ലോറി. പക്ഷേ ആ സർട്ടിഫിക്കറ്റിൻ്റെ മേളിൽ ഒരു ദൈവത്തിൻ്റെ കരമെന്നാ ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി തിരിച്ചറിയും, നീ പഠിച്ച സർട്ടിഫിക്കറ്റോ നിന്റെ അപ്പനും അമ്മയും കരുതിയ പണമോ ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് നിനക്ക് വഴി തുറക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ ഈ രാത്രി?
നിങ്ങൾക്കെതിരെ സാത്താൻ ഒരു പ്രോജക്റ്റുമായിട്ട് വരുമ്പം ഈ കണ്ടിട്ടില്ല, നമ്മൾ ചില പ്രോജക്റ്റും തയ്യാറാക്കി ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് തന്നെ വട്ടമായിട്ട് തിരിച്ചിങ്ങ് പോരും എന്നതുപോലെ സാത്താൻ വലിയ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് ഇന്ന് അവനെ അടിച്ച് മിന്നിക്കും എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ വന്ന് കാണുമ്പോൾ ഇവൻ ആകെ കൺഫ്യൂസ് ആവണം. എടാ ഇത് ഇവൻ ഇട്ടാൽ ഇവൻ ഏക്കുമോ? മനസ്സിലാകുന്ന അത്ര. ഇതായിരുന്നു പൗലോസിൻ്റെ പ്രത്യേകത. പൗലോസിനെ കെട്ടിയിട്ട പുള്ളി അവിടെ കടന്ന് ജനിപ്പിക്കും, തുറന്നു വിട്ട പുള്ളി അവിടെയും ജനിപ്പിക്കും. എന്തിനു പറഞ്ഞു? പുള്ളിയെ കൊട്ടയിലിറക്കിയ കൊട്ട ഇറക്കുന്നിടം പുള്ളി സ്പോട്ടാക്കി മാറ്റും. പുള്ളിയെ തല്ലിക്കൊന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചത്തെന്നും പറഞ്ഞുകൊണ്ട് വലിച്ചിട്ട പുള്ളി അപ്പുറത്തോട്ട് മാറി പ്രസംഗം. സാത്താന് സത്യം പറഞ്ഞ അവസാനം കൺഫ്യൂഷനായിപ്പോയി. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. അങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റ് വരണം. സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകലെന്ന് അവൻ ഒന്നുകൂടെ പറഞ്ഞ, സാത്താൻ തന്ത്രം ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ അവൻ്റെ തന്ത്രം മുഴുവൻ തിരിഞ്ഞു പോകണം. പിടികിട്ടുന്ന എത്ര പേര് ഇതിനൊക്കെ തിരിപ്പുണ്ട്? അതിന് രാവിലെയും വൈകിട്ടും ടി വിയുടെ ഫ്രണ്ടിലിരുന്ന തന്ത്രം തിരിഞ്ഞു പോകത്തില്ല. അതിന് തമ്പുരാന്റെ വചനത്തിന് മുമ്പിൽ വന്നിരിക്കണോ, അതിന് ദൈവമായിട്ടുള്ള ബന്ധം വേണം. പിടികിട്ടുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഒരിക്കലേ ഒരു സ്ത്രീയെ തകർത്ത് കളയാൻ ഒരു സ്പോട്ട് ഒരുക്കി സാത്താൻ. ജീവിതത്തിൽ കുഴപ്പമുണ്ട്, അല്പം പ്രശ്നങ്ങളിൽ കൂടി എന്താ ഉടലിൻ്റെ ഭ്രമത്തിൽ അല്പം ആടിപ്പോയ സ്ത്രീയാണ്. ഒരു പ്രത്യേക സ്പോട്ടൊക്കെ ഒരുക്കി സാത്താൻ ആൾക്കാരെ എല്ലാം ചുറ്റും നിർത്തി, ചെറിയവരെയും വലിയവരെയും എല്ലാം കല്ലുമായിട്ട് നിർത്തി സാത്താൻ വെളിയിൽ നിന്ന് വിളിച്ചാൽ ഇന്ന് തീർന്നടി നിന്നെ ഇങ്ങനെ ചിന്തിച്ചോണ്ട്. അത് സത്യം പറഞ്ഞാൽ സത്യത്തിൽ എന്താണെന്നറിയാമോ? അതൊരു മരണത്തിൻ്റെ സ്പോട്ടാണ്. കല്ലും കൊണ്ട് ആൾക്കാർ നിൽക്കുക, പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് രക്ഷയുടെ സ്പോട്ടായി മാറും. ഇന്ന് രാത്രി ആരുടെയൊക്കെ ലൈഫിൽ ഇത് സംഭവിക്കാൻ പോകുകയാ. മരണത്തിന്റെ സ്പോട്ടിനെ രക്ഷയുടെ സ്പോട്ടാക്കി മാറ്റും. തകർച്ചയുടെ സ്പോട്ടിനെ ഉയർച്ചയുടെ സ്പോട്ടാക്കി മാറ്റും. ഓക്കെ, 10 മിനിറ്റ് മുമ്പ് വരെ എന്താ അത് തകർച്ചയുടെ ഒരു പ്ലേസ് ആക്കി സാത്താൻ മാറ്റിയതിനെ. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ എന്തിനു പറയുന്നു? കർത്താവ് ഒന്ന് താഴേന്ന് മുകളിലോട്ടൊന്ന് നോക്കി ഒറ്റ സെക്കൻഡ് കൊണ്ട് സാത്താൻ ഒരുക്കിയ മുഴുവൻ പ്രോജക്റ്റുകളും തിരിഞ്ഞു പോകുകയാ. ഇന്ന് രാത്രി ആരെയൊക്കെയോ നോക്കി പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രാത്രി നിനക്കെതിരെ ശത്രു ഒരുക്കിയ മുഴുവൻ തകർച്ചയുടെ സ്പോട്ടുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി അങ്ങനെ തന്നെ പറയുകയാ. ഈ രാത്രി ആ ദൂതിനെ പിടിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാത്രി ദൂതിനെ കയറി പിടിച്ചോ. അഭിഷക്തനെ നിന്നെ ഒതുക്കാൻ ചിന്തിപ്പിച്ച, നിന്നെ ഒതുക്കാൻ വേണ്ടി തീരുമാനിച്ച ആ ചൂരച്ചെടിയുടെ കീഴിലെ അവിടെ ഒരു സെക്കൻഡ് ടച്ചിന്റെ പ്ലേസ് ആക്കി. സാധാരണ എന്താ ചിന്തിച്ചെന്നറിയാവോ? ചൂരച്ചെടിയുടെ കീഴിൽ വന്നിട്ട് പുള്ളി അവിടെ കൊണ്ട് എന്ത് ചെയ്യും? എല്ലാം നിർത്തി. ഇത്രയും കഷ്ടപ്പെട്ട് പുള്ളി പറയുന്നതൊക്കെ കേൾക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒരുത്തം മാത്രം കിടന്ന് ഓടി. കുറേ അവന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരെന്നുള്ള പേരാ, പക്ഷെ എല്ലാം ഗുഹയ്ക്കകത്ത. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല. കുറേ എണ്ണം ഉണ്ട്, ദേശത്തുണ്ടോ? ഉണ്ട്. പ്രവാചകൻ എന്നുള്ള പേരാ, പക്ഷെ രംഗത്ത് വരത്തില്ല, പേടിയാ. എല്ലാം ഗുഹയ്ക്കകത്ത. അന്നേരം പുള്ളി പറയുന്നത്, എൻ്റെ ജീവൻ നോക്കാതെ, എൻ്റെ ഒന്നും നോക്കാതെ ഞാൻ രംഗത്ത് ഇറങ്ങിയതാ. സാത്താൻ പറഞ്ഞു, നീ എത്ര ഓടിയാലും എന്താ ചൂരച്ചെടിയുടെ കീഴിലാ. സാത്താൻ വിചാരിച്ച് ഇവിടം കൊണ്ട് ഇവൻ തീരുകയാന്ന്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞടാ, അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളൊരു ദൂതി ചൂരച്ചെടിയുടെ കീഴിലുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ വന്നതുകൊണ്ട് അഭിഷക്തനെ ജീവിതത്തിൽ തകർന്നുപോയ അഭിഷക്തന്മാരും ജീവിതത്തിൽ താളം തെറ്റിയ അഭിഷക്തന്മാരോടും ധൈര്യത്തോട് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ടച്ച് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ ഈ തിരുവചനം നോക്കിയപ്പോഴേ ഈ ഒരു സെക്കൻഡ് സ്പർശനം അല്ലെങ്കിൽ ഒരു രണ്ടാം സ്പർശനം നടന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ അസാധ്യ മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേസ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്തു പറ്റി? ഭൂമി പാഴും, പറഞ്ഞ പാഴും ശൂന്യവുമായി. ആ 2 പദം മറക്കണ്ട. പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. പക്ഷെ തിരുവചനം പറയുന്നു, ആ പാഴായി പോയതിൻ്റെ മേൽ ഒരു സെക്കൻഡ് സ്പർശനം ഉണ്ടായി. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്?
പാഴായി പോയതിൻ്റെ മേൽ, ശൂന്യമായി പോയതിൻ്റെ മേൽ തിരുവചനം പറയുന്നു ഒരിക്കൽ കൂടെ ഉയരത്തിൻ്റെ സ്പർശനമുണ്ടായി. എന്ത് സംഭവിച്ചു? പാഴായി പോയതിനകത്തൂന്ന് ചിലത് മുളച്ചു വരാൻ തുടങ്ങി. പാഴായി പോയതിനകത്തൂന്ന് ചിലത് പൊങ്ങി വരാൻ തുടങ്ങി. ഇന്ന് രാത്രി ശൂന്യമായതിനകത്തൂന്ന് ചിലത് കയറി വരാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഒരു സെക്കൻഡ് ടച്ച് നിന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ചില പാഴായി പോയത് ഇന്ന് രാത്രി എന്തോ ദൈവത്തിന്റെ അസാധാരണ ശക്തി ഇതിനകത്ത് ചലിക്കുകയാ. പാഴായിപ്പോയ ഭൂമിക്കകത്തേക്ക് ദൈവത്തിന്റെ രണ്ടാം സ്പർശനം വന്നപ്പോൾ പാഴായതിനകത്തുനിന്ന് ചിലത് മുളച്ചതുപോലെ, ശൂന്യമായതിനകത്തുനിന്ന് ചിലത് പൊങ്ങിയതുപോലെ ഇന്ന് രാത്രി പാഴായി പോയ ചിലതിനെ, ശൂന്യമായി പോയ ചിലതിനെ ഈ രാത്രി ദൈവം ഒരു സെക്കൻഡ് ടച്ച്. എനിക്ക് പാഴും ശൂന്യവും പറയുമ്പോൾ ഇഷ്ടം ആരെയെന്നറിയാവോ? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒരു കുടുംബം കിടപ്പുണ്ട്, പാഴും ശൂന്യവുമായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കണം, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് പാഴും ശൂന്യവുമായിരുന്നു. പക്ഷെ ഒരു ദിവസം വൈകിയ സമയത്ത് ആ കൂടാരത്തിനകത്ത് 3 പേര് കയറിയത് എനിക്കറിയാം. എന്തോ ഇന്ന് രാത്രി എനിക്കറിയത്തില്ല ആൻറ്റി, ദൈവം എന്നോട് പറഞ്ഞ് ചില വീടിനകത്ത് ഈ രാത്രി ദൈവം കയറും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പാഴായി പോയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എൻ്റെ ലൈഫ് പാഴായി പോയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ പാഴായി പോയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി അവൻ്റെ മേലൊരു സെക്കൻഡ് ടച്ച്. ഇന്ന് രാത്രി ദൈവം ചിലതിനെ തൊടാൻ പോകുക. ഇന്ന് രാത്രി തമ്പുരാൻ ചിലതിനെ തൊടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ സമയം വല്ലാതെ ഓടുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നോക്കിയേ, ആ കുടുംബത്തെ അങ്ങോട്ട് വിളിച്ച് ഒറ്റ വാക്കി ചോദിച്ച് അവർ പറയും പാഴാണ്, ശൂന്യമാണ്. പക്ഷേ ഒരു ദിവസം വൈകിയ സമയത്ത്, എനിക്കൊന്ന് 19-ാം അധ്യായത്തിലാണോ 20-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ വിശ്വാസം. നോക്കണ്ട പക്ഷേ അവിടെ എവിടെയെങ്കിലും ഉണ്ടല്ലോ, അത് മതി. 20-ാം അധ്യായത്തിലാണോ ദൂതൻ എന്ത് വൈകിയ സമയത്ത് ആര് കയറുക? പറയുന്ന കാര്യം ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. വൈകിയ സമയത്ത് ദൂതൻ എങ്ങോട്ട് കയറുക? വീട്ടിനകത്തോട്ട്. ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് പറയാം? അബ്രഹാമിന് 99, സാറയ്ക്ക് 89. പാഴാണ്, ശൂന്യമാണ്. ശ്രദ്ധിക്കണേ, ഈ അധ്യായം കഴിഞ്ഞ് അടുത്ത അധ്യായത്തിലോട്ട് പരിശുദ്ധാത്മാവ് കയറുമ്പോൾ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്. അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവ് സാറെ പിടിച്ചോണ്ട് പോയെന്ന്. നിങ്ങൾക്കൊന്നും പിടികിട്ടിയില്ല. ഇത് വചനമാണ്, ഞാൻ പറഞ്ഞു, എൻ്റെ വാക്കുകളല്ല, വചനം എഴുതിയിരിക്കുന്നത്. എടാ, 89 നിന്ന സ്ത്രീയെ ദൂതനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പാഴാണ്, ശൂന്യമാണ്. പക്ഷെ അടുത്ത അധ്യായത്തിൽ കയറുമ്പോൾ അബീമേലെക്ക് സാറെ പിടിച്ചോണ്ട് പോയെന്ന്. പിടികിട്ടിയില്ലേ? പിടികിട്ടിയില്ല. 100% ഞാനൊരു കാര്യം പറയാം. 89 ദൂതൻ കയറുമ്പോൾ ഒരബീമേലെക്കിന് സാറെ പിടിച്ചോണ്ട് പോകാൻ തോന്നത്തില്ല. കാരണം പാഴാണ്, ശൂന്യമാണ്. പക്ഷെ ദൂതൻ കയറിയ സെക്കൻഡ് മുതൽ ആ അധ്യായത്തിനകത്ത് ഞാൻ ആത്മാവിലൊരു കാഴ്ച കണ്ടു. സാറയുടെ ശരീരം റിട്ടേൺ അടിക്കാൻ തുടങ്ങി. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പുനഃസ്ഥാപിക്കൽ നടക്കുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഏതൊക്കെയോ കുടുംബത്തിനകത്ത് ഒരു പുനഃസ്ഥാപിക്കൽ നടന്നുകൊണ്ടിരിക്കുക. ശാന്തമായിട്ട് എൻ്റെ കൂടെ വരണേ. ആ വചനത്തിന്റെ ഒരു ആഴത്തിലേക്ക് നിങ്ങൾ കയറണം. നമുക്കിത് വായിച്ചോടുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല അല്ലേ? നമുക്ക് വായിച്ചിടുമ്പോൾ ഒന്നും തോന്നത്തില്ല. കാരണം 89 ദൂതം കയറുമ്പോൾ സാറ പറയുന്നു, എനിക്ക് കുഞ്ഞോ, എൻ്റെ ശരീരം ചൊളുങ്ങി, എൻ്റെ ശരീരം പാഴ, ഇത് ശൂന്യവാ. അച്ഛാ, അടുത്ത അധ്യായത്തിനകത്തൊരു രാജാവ് സാറെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ അടിമയാക്കാൻ കൊണ്ടുപോയതല്ല. ആരും എൻ്റെ കൂടെ ഇല്ല. ഒന്നുകൂടെ പറഞ്ഞ, അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവിന് മോഹം തോന്നത്തക്ക നിലവാരത്തിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഈ ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നിന്റെ സംവത്സരങ്ങളെ തിരിച്ചു തരുമെന്ന് കേട്ടിട്ടുണ്ടോ? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്?
എടാ 89 നിന്ന് അമ്മച്ചി ഞാൻ വിശ്വസിക്കുന്നു, ദൂതൻ കയറി ഇറങ്ങിയ സെക്കൻഡ് മുതൽ ആർക്കും കണ്ടാൽ മോഹം വരുമാറ് അവിടെ ശരീരത്തിനെ പുനഃസ്ഥാപിച്ചു. അതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ടച്ച് എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ചിലതിനെ പുനഃസ്ഥാപിക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് രാത്രി? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് രാത്രി? ഞാൻ ആത്മാവിൽ ആരോടൊക്കെയോ ഏതൊക്കെയോ കുടുംബത്തെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഒരു പുനഃസ്ഥാപിക്കലിന്റെ ഒരു ശക്തി ഈ രാത്രി ചലിക്കുന്നുണ്ട്. ദൈവവചനത്തിന് മുമ്പ് ഇരിക്കുമ്പോഴേ ആ വചനത്തിനകത്തെ ദൂത് എന്നോടാണോ എന്ന് ഇങ്ങനെ ചോദിക്കണം. അതെൻ്റെ നേരെയാണോ? നോക്കിയേ, പാഴായിപ്പോയ ഭൂമിയുടെ മേൽ, ശൂന്യമായി പോയ ഭൂമിയുടെ മേൽ ഒരു സെക്കൻഡ് സ്പർശനം നടക്കുമ്പോൾ ഭൂമി തിരിയുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയാൻ പോകുകയാ. ഏതൊക്കെയോ വീടിനകത്ത്, ഏതൊക്കെയോ കുടുംബത്തിനകത്ത്, ഏതൊക്കെയോ തലമുറയുടെ മേൽ ഇന്ന് രാത്രി ഒരു സെക്കൻഡ് സ്പർശനം. ഒരു പദം കൂടെ പറഞ്ഞ് വിശ്വാസ പ്രാർത്ഥിക്കുക, അതിനേ സമയമുള്ളൂ. എനിക്കത് മർക്കോസിൻ്റെ സുവിശേഷമാണെന്നാണ് എൻ്റെ ഞാൻ ഈ വാക്യങ്ങൾ എടുത്ത് അങ്ങനെ പ്രസംഗിക്കാമല്ലോ. ഒരു വാക്യത്തിൽ പിടിച്ച് പിന്നെ ഇങ്ങനെ അങ്ങ് പോവല്ലേ ചെയ്യാറ്. മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് എൻ്റെ ഓർമ്മ ശരി 8-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനേ നമുക്ക് സമയമുള്ളൂ. 8-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഒരു സെക്കൻഡ് ടച്ച് അവിടെ കാണാൻ പറ്റും. എത്ര പേര് വായിച്ചിട്ടുണ്ട്? മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് ഒരു സെക്കൻഡ് ടച്ച് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരുവചനം വായിച്ചാൽ അറിയാം, ഇവിടെ ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഇതിനു മുൻപും യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ നിങ്ങൾക്കറിയാം, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കുരുടനെ സൗഖ്യം. ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മരിച്ച ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ കർത്താവ് പുറത്തു വാ മോനെ എന്നേ പറഞ്ഞോളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. പക്ഷെ മരിച്ചു കിടന്ന 12 വയസ്സുള്ള കുഞ്ഞിനോട് എഴുന്നേക്ക് മോളെ എന്നല്ല, കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ തന്നെ മരിച്ചു മഞ്ചത്തിൽ കിടന്നപ്പോൾ മഞ്ചത്തെ തൊട്ടു. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ദൈവവചനത്തിന്റെ ഈ വിവിധ മേഖലകൾ ചലിക്കും. എപ്പോഴും നമ്മൾ ഒരേ കാര്യം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാ നടക്കാത്ത. എടാ ഇന്നലെ തൊട്ടെന്ന് പറഞ്ഞ് ഇന്ന് തൊടണമെന്നില്ലെന്ന്. ഇന്നലെ തൊട്ട് സൗഖ്യമാക്കാനാ മനസ്സ്, പക്ഷെ ഇന്ന് വാക്കുകൊണ്ട് പറഞ്ഞ് സൗഖ്യമാക്കാനാ മനസ്സ്. കുരുടന്മാരെ സൗഖ്യമാക്കാനെ വിളിക്കോ? ദാവീദ് പുത്ര കരുണ തോന്നണെന്ന് വിളിച്ചു പറഞ്ഞവനെ സൗഖ്യമാക്കിയ മോഡലല്ല 9-ാം അധ്യായത്തിലെ സൗഖ്യം. 9-ാം അധ്യായത്തിലെ സൗഖ്യമല്ല മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ സൗഖ്യം. ഇവിടെ ഇങ്ങനൊരു വാക്കുണ്ട്, അവനെ കൈക്ക് പിടിച്ച് ആ ദേശത്തിനു വെളിയിൽ കൊണ്ടുപോയി. അതെന്താ അങ്ങനെ? ഇവിടാണ് എൻ്റെ മെസ്സേജിൻ്റെ എൻ്റെ ഹൃദയത്തെ തൊട്ടൊരു ഭാഗം ഇവിടെ കിടക്കുന്നത്. അവനെ കൈക്ക് പിടിച്ച് എവിടെ കൊണ്ടുപോയി? ഈ ഊരേതാന്നറിയാവോ? ബേത്സയിദ. ഏതാ? ബേത്സയിദ. ബേത്സയിദ എന്താണെന്നറിഞ്ഞാൽ ഇവനെ എന്തുകൊണ്ട് ഇതിന് പുറത്തു കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ബേത്സയിദ എന്ന് പറയുന്നത് റവറന്റുമാർ മുഴുവൻ പുറത്തു വന്ന പട്ടണമോ? നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല. അപ്പോസ്തലന്മാർ മുഴുവൻ പുറത്തു വന്ന പട്ടണമാ. ഒന്നുകൂടെ പറഞ്ഞ കത്തൽ നടന്ന പട്ടണമാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കത്തൽ നടന്ന പട്ടണത്തിൽ നിന്ന് തമ്പുരാൻ ഒരുത്തനെ പിടിച്ച് പുറത്തു കൊണ്ടുപോയി. കാരണം കർത്താവിനറിയാം ഇപ്പൊ ഈ പട്ടണത്തിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ വാക്യത്തിനകത്തൂടെ. നിങ്ങൾ ബേത്സയിദ എന്നുള്ള പട്ടണത്തെ പറ്റി ചുമ്മാ അതൊന്ന് പഠിച്ചു നോക്കണം. ഒരുപാട് അഭിഷക്തന്മാർ പുറത്തു വന്ന പട്ടണമാ, ഒരുപാട് വീര്യപ്രവർത്തികൾ പുറത്തു വന്ന പട്ടണമാ. പക്ഷെ ഇന്ന് കർത്താവിന് ആ പട്ടണത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ദൂതിലേക്ക് കയറി വരാം. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ചൊരു വെട്ടി കോട്ടയം പട്ടണത്തിനകത്ത് ചെയ്യാൻ പോകും. എത്ര പേരുണ്ട് എൻ്റെ കൂടെ? ആത്മാവിൽ നമ്മളൊരു പോരാട്ടം ഇതിനകത്ത് നടക്കി, ഒരു ആത്മ പോരാട്ടം നടത്തി ഇറങ്ങി പോകാവുള്ളൂ. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അവനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നിങ്ങൾ കേൾക്കണേ, അടുത്ത ചോദ്യം, നീ വല്ലതും കാണുന്നുണ്ടോ? അവൻ്റെ മറുപടി എന്ന് പറഞ്ഞേ,
മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ മരം പോലെയാണ്. എൻ്റെ പൊന്നോ, എന്താ? മനുഷ്യരെ കാണുന്നുണ്ട്. ഒത്തിരി എണ്ണത്തിൻ്റെ പ്രശ്നം ഇതാ, കാണുന്നുണ്ട് പക്ഷെ മരം പോലെ. ഈ കാണുന്നതെല്ലാം മരം പോലെ ഉള്ളതിനെല്ലാം ഒരു സെക്കൻഡ് ചിഹ്നമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ചിലർക്ക് അങ്ങനെ കാഴ്ചപ്പാടുണ്ട്, പക്ഷെ വേണ്ട പോലെ അല്ല. ദൈവത്തെ അറിയാം, വേണ്ട പോലെ അല്ല. അങ്ങനെയുള്ളതിനെല്ലാം ഒരു സെക്കൻഡ് ടച്ച് ഇന്നുണ്ട്. എനിക്ക് ആൻറ്റി, എനിക്ക് അവിടെ വായിച്ചപ്പോഴേ എനിക്കങ്ങ് ഇത് വായിച്ചുകൊണ്ടിരിക്കും, എൻ്റെ അകത്തൊക്കെ ചിന്ത വന്ന് എന്നാണെന്നറിയാമോ? ഇവൻ പറയുക, കർത്താവ് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? പണ്ട് എന്നോട് എൻ്റെ പഠിപ്പിച്ച സാറ് ചോദിച്ചാൽ വല്ലതും കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ അതുകൊണ്ടാണല്ലോ ഇവിടം വരെ എത്തിയത്. ഇവൻ പറയാം, കാണുന്നുണ്ട്, മനുഷ്യരെയാ കാണുന്നത്, പക്ഷെ എന്തോ പോലാ പോന്നേ, മരങ്ങൾ. എന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതിനകത്ത് എന്നാന്നറിയോ ജോഷി പാഷേ? ഇവൻ പറഞ്ഞൊരു പദത്തിനകത്തൊരു വലിയ ദൂത് മറിഞ്ഞെടുപ്പ്. ഇവൻ പറയുക, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ മനുഷ്യനെ കണ്ടവനാ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നമുക്ക് നമ്മൾ തിരിയാൻ പോകുന്ന ദേശത്തിലോട്ടാണ്. നമ്മൾ തിരിയാൻ പോകുന്ന ദേശശക്തിക്കെതിരെ ഇന്ന് രാത്രി തിരിയാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ ആരെങ്കിലും? അതോ ഞാൻ ഒറ്റയ്ക്ക് വെട്ടിപ്പോയാൽ മതിയോ? നമ്മൾ ദേശത്തെ തൊടാൻ പോകുകയാ. ഇവൻ പറയാം, മനുഷ്യനെ കാണുന്നുണ്ട്, പക്ഷെ എന്താ പോലാ. അന്നേരം ജോഷി പാഷ ഒരു കാര്യം ഉറപ്പല്ല, ഇവൻ മനുഷ്യനെ കണ്ടിട്ടുള്ളവനാ, ഇവൻ മരവും കണ്ടിട്ടുള്ളവനാ. അർത്ഥം, ഇന്നലകളിൽ ഇവന് കാഴ്ച ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വാ. ഇന്നലകളിൽ ഇവന് കാഴ്ചയുണ്ടായിരുന്നു, പക്ഷെ ഈ പട്ടണത്തിനൊരു പ്രശ്നമുണ്ട്, കാഴ്ചപ്പാടിനെ നഷ്ടപ്പെടുത്തി കളയും. ഇന്ന് രാത്രി നിന്റെ സമയം തീർന്നു ശിശാജെ, നിന്റെ സമയം തീർന്ന് ഇന്ന് രാത്രി ഈ വചനം തുറക്കുന്നതോടുകൂടി ഈ രാത്രിയിൽ നിന്നെ ഞങ്ങൾ ആത്മാവിൽ അടിക്കുക. ശ്രദ്ധിക്ക്, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ കുരുടനല്ല ഇവൻ, ജന്മനാ കുരുടനല്ല. വഴിവക്കിലിരുന്ന് ദാവീദ് പുത്ര എന്ന് വിളിച്ച കുരുടനല്ല ഇവൻ. ഇവന്റെ പ്രശ്നം, ഇവൻ പറയാ, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്, പക്ഷെ മരം പോല. അർത്ഥം, ഇവൻ മനുഷ്യനെ കണ്ടിട്ടുണ്ട്, ഇവൻ മരവും കണ്ടിട്ടുണ്ട്. അല്ലെ ഒരിക്കലും ആദ്യമായിട്ട് കണ്ടു തുറക്കുന്ന ഒരാൾ ഇത് പറയുമോ? ഇല്ല. ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ വാ. നിങ്ങൾ അവിടെ ഇരിക്കാതെ എൻ്റെ കൂടെ ഇവിടെ വാ. ഗ്ലോറി, അവിടെ ഇരുന്നോ, ഇങ്ങോട്ടൊന്നും ഓടി വരരുത്. ആത്മാവിലിഞ്ഞ് വരാനാ ഞാൻ പറഞ്ഞേ. എന്നാൽ ഇവൻ മനുഷ്യനെ കണ്ടിട്ടുണ്ട്, മരവും കണ്ടിട്ടുണ്ട്. ഉണ്ടേ. അന്നേരം ഒരു കാര്യം ഉറപ്പില്ല, ഇന്നലെ ഇവൻ എന്തുണ്ടായിരുന്നു? കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ എന്തില്ല? കാഴ്ചയില്ല. അന്നേരം എന്താ സംഭവിച്ചേ? ഇവന്റെ ജീവിതയാത്രയിൽ എവിടോ ഇവന്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് രാത്രി വചന വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ഇന്ന് രാത്രി ഒരു സെക്കൻഡ് ടച്ച് തരികയാ. ഈ പ്രവചന പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, പട്ടണത്തിന്റെ ഇരിപ്പെന്താ, പക്ഷേ അയ്യോ അത് ഭയങ്കര ദൂതാ. അറിയണം, ഈ പട്ടണത്തിന്റെ പ്രശ്നം കാഴ്ചയുള്ളവന്റെ കാഴ്ചപ്പാട് നശിപ്പിക്കും. അടുത്ത പട്ടണം കണ്ടാൽ രസവാ, കാണാൻ നല്ല സൂപ്പറാ, പക്ഷേ ഒരെണ്ണം ജനിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രിയിൽ? പട്ടണത്തിന് ഇനി അതുപോലൊരു പ്രത്യേകതയുണ്ട്, ബ്യൂട്ടിഫുൾ ടെമ്പിൾ വിത്ത് അഗ്ലി പ്രോബ്ലം. എവിടാ? ഭയങ്കര സൗധം പോലെ പണിഞ്ഞിട്ട യെരുശലേം ദേവാലയം, ടെമ്പിള് സൂപ്പർ അല്ലേ, പക്ഷെ ഫ്രണ്ടിൽ മുഴുവൻ പിച്ചക്കാരാ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ടെമ്പിള് സൂപ്പറാ, പക്ഷെ ഫ്രണ്ടിൽ മുഴുവൻ ആരാ? മുടന്തന്മാരാ. ദാണ്ട ബെഥെസ്ദാക്കുളം സൂപ്പറാ, പക്ഷെ 10-39 വർഷമായിട്ട് 38 വർഷമായിട്ട് ഒരുത്തൻ കിടക്കുകയാ, എഴുന്നേക്കാൻ പറ്റാതെ. ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ചില മേഖലകളെ ഈ രാത്രി തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ഈ രാത്രി കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തുന്ന പട്ടണ ശക്തിക്കെതിരെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ രണ്ടാം സ്പർശനം. ഇന്നലെ എന്തോ ഉണ്ടായിരുന്നു? കാഴ്ച. പക്ഷെ എവിടൊക്കെ എന്തു പറ്റി? കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി.
ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. പാഴും ശൂന്യവുമായതിൻ്റെ മേൽ മാത്രമല്ല ഒരു സെക്കൻഡ് സ്പർശനം വരാൻ പോകുന്നത്. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ ചിലതിൻ്റെ മേൽ, എനിക്കറിയത്തില്ല, ചില പട്ടണത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാത്. ഭയങ്കര കാഴ്ചപ്പാടോടോ ഇറങ്ങുന്നത്, ഭയങ്കര ശക്തമായിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ ജീവിതയാത്രയിൽ എവിടൊക്കെയോ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി ചിലതിൻ്റെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ചിലതിനെ ഞാൻ വീണ്ടും ഒരു സെക്കൻഡ് സ്പർശനം കൊടുത്ത് ഞാൻ വീണ്ടും ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ രാത്രിയിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നഷ്ടപ്പെട്ട കാഴ്ചപ്പാടുകളെ തിരിച്ചു പിടിക്കുന്ന 8:45 നിർത്തണമെന്നോ ജോഷിപ്പാഷ് പറഞ്ഞ് 8:45 ആവുകയും ചെയ്തു. പക്ഷേ ഞാനൊരു 5-10 മിനിറ്റ് എടുത്തോട്ടെ. ഒരു 5-10 മിനിറ്റ് എടുക്കണം. ഒന്നും പറഞ്ഞില്ല. ആമേ, ശ്രദ്ധിച്ചേ. ഒന്ന് പാഴും ശൂന്യവുമായതിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്പർശനം. അത് നിങ്ങൾ ഭൂമിക്കകത്ത് എന്തൊക്കെ ഉണ്ടായെന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാം സ്പർശനം വന്നാൽ ഇത് സംഭവിക്കും. പാഴാന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിനകത്ത് ചിലത് പൊങ്ങി വരും. ശൂന്യമാന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിനകത്ത് ചിലത് പൊങ്ങി വരും. 2 ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് ചില പട്ടണത്തിൻ്റെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചുമ്മാതി ഈ സത്യത്തിലെ നിങ്ങൾ ഈ ന്യായാധിപന്മാരെ പഠിക്കുമ്പോഴേ, ദൈവം ദേശത്തിന് ന്യായാധിപന്മാരെ കൊടുത്തപ്പോഴേ അതിനകത്ത് വാരിയസ് ജഡ്ജസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്തോ അവർ പറയുന്നേ, എന്തു പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ കഴിവുള്ള ന്യായാധിപന്മാർ. അപ്പോൾ തന്നെ പ്രവാചക ന്യായാധിപന്മാരുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുരോഹിത ന്യായാധിപന്മാരുണ്ടായിരുന്നു. വല്ലതും പിടി കിട്ടുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. ഒരു ദേശത്ത് ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാർ നോക്കിയേ, യുദ്ധം ചെയ്യാൻ കഴിവുള്ള, അതിനകത്ത് പെടുന്നതായിരുന്നു ഗിദയോന്, ശിംശോന്, എല്ലാം യുദ്ധം എന്ന് പറഞ്ഞ ദേശശക്തിക്കെതിരെ. എന്തോ ഞാനിന്ന് വേറൊരു മേഖലയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗിദയോന്, ശിംശോന്, ഇവരെല്ലാം പ്രത്യേകത, ഇവർ ദേശശക്തിക്കെതിരെയാണ് ഫോക്കസ് ചെയ്ത്, ഒരു വ്യക്തിക്കെതിരെയല്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? അവർ ഫോക്കസ് ചെയ്തൊരു വ്യക്തിയല്ല, അവർ ഫോക്കസ് ചെയ്ത ഒരു ദേശത്തെയാ. ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രായേൽ വിതയ്ക്കും, മിദ്യാനൊരു കൊയ്തോണ്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാ കരുവേലകത്തിന്റെ കീഴിൽ എന്നെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഒരു പരാക്രമശാലി. അങ്ങനെ ഗിദയോനെ പറ്റി പറയുന്നത്, അവൻ ഫോക്കസ് ചെയ്തത് ഒരു വ്യക്തിയല്ല, മിദ്യാനിയർ എന്ന് പറയുന്ന ഒരു ദേശത്തെയാ. എന്തോ ഇന്ന് രാത്രി വിതച്ചതിനെ മുഴുവൻ അല്ലേ, വിതച്ചത് മുഴുവൻ കൊയ്തോണ്ട് പോകയാ. വിതച്ചതിനെ മുഴുവൻ കൊയ്തോണ്ട് പോകുമ്പോൾ മാറി നിന്ന് നോക്കി നിൽക്കാനല്ല, ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുകയാ. എഴുന്നേറ്റോ ചില പരാക്രമശാലികൾ ഇതിനകത്ത്. അപ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? പ്രവാചക ന്യായാധിപന്മാർ. സഭയ്ക്കകത്ത് എഴുന്നേക്കേണ്ടവരുടെ കാര്യമാണ് പറയുന്നത്. ഒരു സൈഡിൽ പ്രവാചക ന്യായാധിപന്മാരുള്ളപ്പോൾ തന്നെ ശമൂവേൽ പ്രവചനവും പൗരോഹിത്യവും ഒരുമിച്ച് കൈകാര്യം ചെയ്ത ആളാണ്. പിടികിട്ടുന്ന ഞാൻ പറയുന്നത്. അന്നേരം ഇന്ന് രാത്രി ഒരു കാര്യം അറിഞ്ഞോണം, ഫോക്കസ് ജനത്തിൽ നിന്ന് മാറി ഫോക്കസ് ദേശത്തിലേക്ക് കയറട്ടെ. കാരണം ഈ 2 വർഷക്കാലത്തിൻ്റെ ഇടയിൽ പിശാച് ദേശത്തിൻ്റെ മേലിട്ടിരിക്കുന്ന മുഴുവൻ ഡാർക്ക്നെസ്സിനെയും ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ എന്താ സംഭവിച്ചതെന്നറിയാവോ? ഈ ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് എണ്ണത്തിൻ്റെ കാഴ്ചപ്പാട് പോയി. ഹലോ, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ചിലർക്ക് കാഴ്ചയുണ്ട്, പക്ഷെ മനുഷ്യൻ എന്തായിട്ടാണ് നടക്കുന്നത്? പിടി കിട്ടിയില്ലേ? പക്ഷെ ഇന്ന് രാത്രി ദൈവം എന്നോട് പറയാൻ പറഞ്ഞ പദം പറഞ്ഞ് പ്രാർത്ഥിക്കും. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കുന്ന. സത്യത്തിൽ ചൂരച്ചെടിയുടെ കീഴിൽ ഏലിയാവിന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടില്ലേ? യെസ്. അവൻ പറയും, എനിക്കിനിയും പറ്റത്തില്ല, എൻ്റെ പ്രാണനെ എടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തി പറഞ്ഞേ? എൻ്റെ പ്രാണനെ എടുക്കണം, എനിക്കിനി പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, മരിക്കാൻ നിന്നവിടെ വീട്ടിൽ ജീവൻ കയറി കൊടുത്തവനാ. ഒരു മുറി അപ്പം കൊണ്ട് വന്ന വീട്ടിൽ കടം വീട്ടുവോളം, രാജ്യത്തിലെ ക്ഷാമം തീരുവോളം എണ്ണയെ വർദ്ധിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാ. ആകാശത്തെ പിടിച്ച മനുഷ്യനാ, ആകാശത്തിന്റെ താക്കോലും കൊണ്ട് നടന്ന മനുഷ്യനാ. ഇപ്പം കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ചൂരച്ചെടിയുടെ കീഴിൽ കടന്ന് പറയുക, ഞാനൊട്ടും കൊള്ളത്തില്ല, എനിക്കിനി ഓടാൻ പറ്റത്തില്ല. തമ്പുരാന്റെ മറുപടി, ഇല്ലടാ, ഒരു സെക്കൻഡ് സ്പർശനം നിന്റെ ലൈഫിനകത്തുണ്ട്. ആമേ
ആമേ. ഞാൻ ഒരു പദം കൂടെ പറഞ്ഞു. എനിക്ക് 3-4 പദങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുക്കണമെന്നുണ്ട്. പക്ഷെ ഒറ്റ പദം, ഒരു സെക്കൻഡ് സ്പർശനം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സർവശക്തൻ്റെ ഒരു സെക്കൻഡ് സ്പർശനം ഞാൻ കണ്ടത് ഇരമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിനകത്താ. വായിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു പോട്ടർ ഹൗസിനകത്ത് ഒരു കുശവൻ ഒരു പാത്രം പണിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ പാത്രം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുശവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഉടഞ്ഞുപോയി. ഞാൻ എപ്പോഴും അത് വായിക്കുമ്പോൾ എൻ്റെ അകത്തെ ചിന്ത, കുശവൻ ഈ പാത്രം നിർമ്മിച്ചിട്ട് കൊണ്ട് പ്രദർശിപ്പിക്കാൻ വെച്ചപ്പോഴല്ല ഉടഞ്ഞുപോയെ, പ്രൈസ് ടാഗ് ഇട്ട് വെച്ചപ്പോഴല്ല ഉടഞ്ഞുപോയെ. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. പ്രൈസ് ടാഗ് ഇട്ട് വെച്ചപ്പോൾ ഉടഞ്ഞു പോയെന്നല്ല, പ്രദർശിപ്പിക്കാൻ വെച്ചപ്പോൾ ഉടഞ്ഞു പോയെന്നല്ല, അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഉടഞ്ഞുപോയി. ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? അതാണ് ചൂരച്ചെടിയുടെ കീഴിൽ കാണുന്നത്. അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഉടഞ്ഞുപോയി. ഒന്നുകൂടെ പറഞ്ഞ ശുശ്രൂഷ നിൽക്കുമ്പോൾ ഉടഞ്ഞുപോയി. ഒന്നുകൂടെ പറഞ്ഞ ആത്മസാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോഴും ഉടഞ്ഞുപോയി. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയാ, ഉടഞ്ഞതിൻ്റെ മേൽ വീണ്ടും ഒരു സെക്കൻഡ് സ്പർശനം. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് ജോഷി പാസ്റ്ററെ. ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, എടാ, നിർമ്മിച്ചിട്ടെടുത്ത് വിൽക്കാൻ വെച്ചപ്പോഴല്ല ഉടഞ്ഞേ, പ്രദർശിപ്പിക്കാൻ വെച്ചപ്പോഴല്ല ഉടഞ്ഞേ, അവൻ്റെ കയ്യിലിരിക്കുമ്പം തന്നെ. ആരെങ്കിലും ഉണ്ടോ ഇന്ന് എൻ്റെ കൂടെ? അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല ഞാൻ ഈ ദൂത് ആരോടാ പ്രസംഗിക്കുന്നെന്ന്. ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ ഉടഞ്ഞു പോയത് മണ്ണീന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണേ, മണ്ണീന്നെടുത്ത്, ഞാൻ ഒന്നുകൂടെ ഒരു വാക്ക് പറയാം, മണ്ണീന്നെടുത്ത് മണ്ണിൻ്റെ രൂപം മാറ്റി അതിനെ ഒരു മോൾഡ് ചെയ്തൊരു പാത്രമാക്കിയിട്ടും അവൻ്റെ കരത്തിലിരിക്കുമ്പോൾ തന്നെ വീണ്ടും പഴയ സ്ഥിതിയിൽ. ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? ഞാനൊരു ദൂത് പറയാം. ഈ മണ്ണിനകത്തൂടെ ഒരുപാട് പേര് ചവിട്ടിയില്ലേ? ചവിട്ടി നടന്ന ഒരുത്തൻ്റെ മനസ്സിലും ഒരു രൂപം തെളിഞ്ഞില്ലല്ലോ. പക്ഷേ എന്ന് അവൻ്റെ കരം ഇതിനകത്ത് വീണോ, അന്ന് മുതൽ അതിനകത്തൊരു രൂപം തെളിയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇതിനകത്ത് കയറി ആരോടൊക്കെ ഞാനൊരു ദൂത് പറയാം. ആ കുശവൻ്റെ കൈക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ആ ചക്രത്തിനകത്ത് നീ കയറിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. മണ്ണിൽ നിന്നല്ലേ കുശവൻ മണ്ണെടുത്തേ? നിങ്ങൾ നോക്കിയാൽ പണിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാലോ, നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങ് ദേഷ്യവാ അല്ലേ? നമുക്കങ്ങ് ദേഷ്യം. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് എന്നെ വല്ലാതെ ഇത് ചെയ്ത്. കാരണം നോക്കി, ഒരു പാത്രം മെനഞ്ഞ് മാറ്റി വെച്ചിട്ട് ഉടഞ്ഞാൽ വിഷമമില്ല, പണിഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ എന്ത് ചെയ്തു? ചിലതിനെയൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടയുക. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ ഇന്ന് രാത്രി. ചിലതൊക്കെ അവൻ്റെ കരത്തിലിരിക്കുമ്പോൾ, എനിക്കറിയാം ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഉടഞ്ഞു പോയ എത്രയോ എണ്ണം ഇല്ലേ? ശക്തിയോടെ ഓടുമ്പോഴും എവിടൊക്കെ ഉടഞ്ഞവർ ഇതിനകത്തിരിപ്പില്ലേ? മാറ്റി പ്രൈസ് ടാഗ് ഇട്ട് വെച്ചപ്പോഴൊന്നുമല്ല, പ്രദർശനത്തിനെടുത്ത് വെച്ചപ്പോഴുമല്ല, അപ്പൻ്റെ കൈക്കകത്ത് ഇരിക്കുമ്പോഴും ഉടഞ്ഞവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഉടഞ്ഞു പോയ മണ്ണിനെ പുറങ്കാലുകൊണ്ട് മാറ്റിയിട്ടിട്ട് പുതിയ മണ്ണെടുക്കുന്നവനല്ല ഈ കുശവന്റെ പ്രത്യേകത. ഏത് പാത്രം ഉടഞ്ഞാലും ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ഞാൻ ആത്മാവിൽ പറയുകയാ, ഈ സെക്കൻഡ് ടച്ച് വന്നാലുള്ള പ്രശ്നം എന്നാന്നറിയാവോ? നിന്റെ രൂപം മാറോ, നിന്റെ ഭാവം മാറോ, നിന്റെ സ്ഥിതി മാറോ. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തിയിട്ട് പറ, ആ കുശവനെ ആ ഒരു സെക്കൻഡ് ടച്ച്. എന്തോ പോക്കാ ജോഷി പാഷ ഈ സമയം പോയേ. ആമേൻ. പാഴായി പോയതിനെ, ശൂന്യമായി പോയതിനെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് എന്ന ദൈവസന്നിധിയിൽ ഈ രാത്രി എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരുടെ ലൈഫിനകത്തും ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? പാഴായി പോയതിനെ, ശൂന്യമായി പോയതിനെ. ആരുടെയെങ്കിലും ലൈഫ് പാഴായി പോയെന്നോ ശൂന്യമായി പോയെന്നോ ചിന്തിക്കുന്നുണ്ടോ?
ഇന്ന് രാത്രി താണ്ട നിന്റെ അരികിലാ ഒരു സെക്കൻഡ് സ്പർശനം നിനക്ക് തരാൻ. ഓ മൈറ്റി നെയിം ഓഫ് ജീസസ്, മൈറ്റി നെയിം ഓഫ് ജീസസ്. എനിക്കറിയില്ല, ഇന്ന് കർത്താവ് ചിലതിനെ തൊടുകയാ. പാഴായിപ്പോയതിനെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ, ശൂന്യമായതിനെ വീണ്ടും നിറയ്ക്കാൻ. പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരുപാടിലോട്ട് ഞാൻ കയറേണ്ട വരും. ഒഴിഞ്ഞ വലയുമായി നിൽക്കുന്ന പത്രോസിന്റെ വള്ളത്തിൽ ഒരിക്കൽ കൂടെ അവൻ കയറുകയാ. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ദൈവം ഇതിനകത്ത് ഇടപെടുകയാ. ഉടഞ്ഞതിനെ വീണ്ടും മോൾഡ് ചെയ്യുന്ന, തകർന്നു പോയതിനെ വീണ്ടും പണിയുന്ന, വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രിയിൽ തകർന്നതിനെ വീണ്ടും പണിയുന്ന, ഉടഞ്ഞു പോയതിനെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കുന്ന ആ കുശവന്റെ ഒരു സെക്കൻഡ് സ്പർശനം. എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ഈ രാത്രിയിൽ എന്തോ ദൈവം ഇതിനകത്ത് നിന്നെ ശത്രു തകർക്കാൻ വെക്കുന്ന സ്പോട്ട് ദൈവ പദ്ധതിയുടെ സ്പോട്ടാക്കി മാറ്റാൻ പോകുകയാ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ജനത്തിന് ദൈവത്തെ സ്തുതിക്കാം. ഈ രാത്രിയിൽ യഹോവയുടെ കൈ ഇതിനകത്ത് ചലിക്കുന്നു. എനിക്കറിയത്തില്ല, ചില ശരീരങ്ങൾ, പാഴായിപ്പോയ ചില ശരീരങ്ങൾ, പാഴായും ശൂന്യമായും പോയ ചില ശരീരങ്ങൾ, ഈ രാത്രി ദൈവം എന്നോട് പറയുന്നത് സാധ്യതയില്ലാത്ത ചില ശരീരങ്ങൾ. യെസ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിച്ചു തുടങ്ങി. നിന്റെ മുൻപിൽ തന്ത്രങ്ങളുമായി വരുന്ന പിശാച് കൺഫ്യൂഷൻ ആകുന്ന ഒരാത്മമണ്ഡലത്തിനകത്ത് നീ കയറണം. തിരിച്ചറിയുന്ന ചിലർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി അവന് കൺഫ്യൂഷൻ വരണം, ഏതിനകത്ത് ഇവനെ വീഴ്ത്താം. സത്യത്തിൽ പൗലോസ് പോയ അതേ റൂട്ടിൽ കൂടെ, യേശു പോയ റൂട്ടിൽ കൂടെ പൗലോസ് പോയ. കാരണം ഒരിക്കൽ പത്രോസിന്റെ പുറകിൽ നിന്നിട്ട് സാത്താൻ യേശുവിന്റെ മുമ്പിൽ വന്നു, പക്ഷെ യേശു അതിനെ പൊട്ടിച്ചു കളഞ്ഞു. കൺഫ്യൂഷൻ ആകണം. ഈ പൈശാചിക മണ്ഡലത്തിന് നിന്റെ കുടുംബത്തെ നോക്കി കൺഫ്യൂഷൻ വരണം. ഏത് പ്രോജക്റ്റ് ഇട്ടാലും ആ പ്രോജക്റ്റിനകത്ത് ദൈവത്തിന്റെ സ്പോട്ടാക്കി മാറ്റണം. സെക്കൻഡ് സ്പർശനം പറയണേ ഭാഷ ഒത്തിരി കയറി പോകേണ്ട വരും. ഒരിക്കൽ ദൈവത്തിന്റെ ഹൃദയം തന്റെ വിരലുകൊണ്ട് തന്റെ ഹൃദയം എന്താന്ന് കൽപ്പലകയ്ക്കകത്ത് എഴുതി. ശ്രദ്ധിക്കണേ, തന്റെ ഹൃദയം എന്താന്ന് കൽപ്പലകയ്ക്കകത്ത് എഴുതി ഒരുത്തന്റെ കയ്യിൽ താഴോട്ട് കൊടുത്തു വിടുമ്പോ, നോക്കിയേ, ദൈവത്തിന്റെ ഹൃദയവും കൊണ്ട് ഒരുത്തൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ താഴ്വരയിൽ പൈശാചിക മേഖല നൃത്തം ചെയ്യുകയാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവശബ്ദവുമായിട്ട് ഒരുത്തം മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവന്റെ അകത്തെ ദൈവശബ്ദത്തെ ഉടച്ചു കളയാൻ, അവന്റെ കയ്യിൽ കൈമാറിയ ദൈവിക നിയോഗങ്ങളെ ഉടച്ചു കളയാൻ, താഴ്വരകളിൽ വ്യാപരിക്കുന്ന കാളക്കുട്ടിയുടെ രൂപത്തിലുള്ള മുഴുവൻ പൈശാചിക മേഖലകള് ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ തകർത്തോളൂ. അതുകൊണ്ട് ഇറങ്ങി വന്നു ദൈവത്തിന്റെ ഹൃദയമോ. ശ്രദ്ധിക്കണേ, ആദത്തിന്റെ കാലം മുതൽ ദൈവം പറയാൻ ആഗ്രഹിച്ചത് ആ ആണ്ടുകൾക്ക് ശേഷം ഒരുത്തന്റെ കയ്യിൽ എഴുതി കൊടുത്തതാ. താഴ്വരയിൽ വന്നപ്പോൾ കയ്യിലിരുന്ന ദൈവത്തിന്റെ ഹൃദയവും മുൻപിൽ നിൽക്കുന്ന ജനത്തിന്റെ ഹൃദയവും കൂടെ യോജിക്കാതിരുന്നപ്പം ആ എഴുതിയത് ഉടഞ്ഞുപോയി. ഉടഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തെയും ദൈവത്തിന്റെ പ്രമാണത്തെയും നോക്കി സാത്താൻ ചിരിച്ചിട്ട് പറഞ്ഞു, ആര് പ്രാപിച്ചിട്ടിറങ്ങിയാലും ഉടച്ചു കളയുന്ന ഒരു ശക്തിയുണ്ട്. അപ്പുറത്തോട്ട് മാറി ദൈവം ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒന്നിന്റെ ദൈവമല്ല,
ഞാൻ വീണ്ടും സ്പർശിക്കുന്ന ദൈവമാ. ഞാൻ സെക്കൻഡ് ചാൻസുകളുടെ ദൈവമാ. ഞാൻ സെക്കൻഡ് ടച്ചുകളുടെ ദൈവമാ. തമ്പുരാൻ പറഞ്ഞു, വാ മോശേ കേറി, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ കൽപ്പലകയ്ക്കകത്ത് എഴുതാൻ പോകുകയാ. ഇന്ന് രാത്രി എവിടൊക്കെയോ ചിലതിനെ തമ്പുരാൻ തൊടുകയോ. ഒന്ന് ഉടച്ചു കളഞ്ഞോ, നോ പ്രോബ്ലം, കേറി വാ. ഒന്ന് ദൈവം നൽകിയത് നീ ഉടച്ചു കളഞ്ഞോ, പേടിക്കണ്ട, കയറി വാ. ഒന്നുകൂടെ നിന്റെ മേൽ എഴുതാ. ഈ രാത്രിയിൽ ദൈവം റെഡിയാ. ഒരു സെക്കൻഡ് സ്പർശനം, ഒരു സെക്കൻഡ് ടച്ച് കൊതിക്കുന്നവരെ കരങ്ങൾ ഉയർത്തിയേ. നമ്മുടെ മുമ്പിലെ സമയം പോയോണ്ടാ. പകലാണെങ്കിൽ നമുക്ക് 2-2.5 മണിക്കൂർ കിട്ടും പ്രസംഗിക്കാം. പക്ഷെ രാത്രി നമുക്ക് സമയമില്ല, എല്ലാവരുടെയും വാഹന സൗകര്യം. അതുകൊണ്ട് രാത്രിയിലത്തെ മെസ്സേജ് എപ്പോഴും ഷോർട്ടാ. 2-3 കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, പാഴായി പോയതിനെ തിരിച്ചു പിടിക്കാൻ, ശൂന്യമായി പോയതിനെ തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ട കാഴ്ചപ്പാടുകളെ തിരിച്ചു പിടിക്കാൻ, ഉടഞ്ഞുപോയ ദൈവിക പദ്ധതികളെ തിരിച്ചു പിടിക്കാൻ. ഇന്ന് രാത്രി ഒരു സെക്കൻഡ് ടച്ച് ഇതിനകത്ത് നടക്കാൻ പോകുകയാ. എന്റെ ദൈവം ചിലതിനെ തൊടുകയാ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി ദൈവത്തിന്റെ സെക്കൻഡ് ടച്ച് ഇതിനകത്തുണ്ട്. ഒരു രണ്ടാം സ്പർശനം നിന്റെ കുടുംബത്തിനകത്തുണ്ട്, നിന്റെ തലമുറയുടെ മേലുണ്ട്, നിന്റെ ശുശ്രൂഷയുടെ മേലുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ രാത്രിയിൽ ഒരു സെക്കൻഡ് സ്പർശനം കൊതിക്കുന്നവർ ഈ രാത്രിയിൽ ആ കരങ്ങളെ ചേർത്തടിച്ച്